നമ്മുടെയൊക്കെ ആയുസിനോട് ഇത്രയും ദിവസം കൂട്ടുവാൻ കർത്താവിന് പ്രസാദമായി. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ കൂടിയൊരവിന് സാധ്യമായിരിക്കുന്നത്. കർത്താവിന്റെ എല്ലാ കരുണയ്ക്കായും സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും തിരുനാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തോത്രം. നമ്മള് വെളിപ്പാട് പുസ്തകമാണല്ലോ ചിന്തിച്ചു വരുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ 6-ാമത്തെ അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു വന്നത്. സ്തോത്രം. സ്തോത്രം. ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ഇറ്റ്സ് ദ കൺക്ലൂഷൻ പാർട്ട് ഓഫ് ദ ബൈബിൾ, അല്ലെ? ദൈവവചനത്തിന്റെ ഉപസംഹാരമാണ്. സ്തോത്രം. അതിന്റെ കൺക്ലൂഷനാണ് ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. യുഗങ്ങളിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന നിത്യമായ കാര്യപരിപാടിയുടെ ഒരു പര്യവസാനം, കൺക്ലൂഷൻ, അതാണ് വെളിപ്പാട് പുസ്തകം. അതുകൊണ്ടാണ് ഈ 66-ാമത്തെ പുസ്തകം വ്യക്തമായി ബോധ്യപ്പെടണമെങ്കിൽ, ഗ്രഹിക്കണമെങ്കിൽ നമുക്ക് 65 പുസ്തകത്തെ കുറിച്ചൊരു ഉൾക്കാഴ്ച ഉണ്ടായെങ്കിലേ കഴിയുള്ളൂ. ഓർത്തുവെങ്കിൽ ഒരു പുസ്തകം എടുത്താൽ ഒരു സയൻസ് ടെക്സ്റ്റ് എടുത്താൽ അതിന്റെ അവസാനത്തെ അധ്യായം കൊണ്ട് വായിച്ചാൽ ഒരു പിടി കിട്ടിയില്ല. എന്നാൽ ആദ്യം മുതല് വായിച്ചു വന്നാൽ അതെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇതുപോലെയാണ് വെളിപ്പാട് പുസ്തകം. 1-ാം പുസ്തകം തുടങ്ങിയുള്ള ദൈവപ്രവൃത്തിയുടെ രേഖയുടെ ഉപസംഹാരമാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഈ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അബദ്ധങ്ങൾ. ആളുകൾക്ക് എപ്പോഴും ആവേശമേ വെളിപ്പാട് പുസ്തകം. കാര്യം ഭാവിയിൽ സംഭവിക്കാനുള്ളത് എന്താണെന്ന് അറിയാൻ മനുഷ്യന്റെ മനസ്സിൽ ഒരു താല്പര്യമുണ്ട്. നാളത്തെ പത്രം എന്ത് കിട്ടുവായിരുന്നെങ്കിൽ നാളെ എന്തായിരിക്കും. അതുകൊണ്ടാണ് ഈ പ്രവാചകന്മാർ കുറെ എല്ലാവരും ഓടിക്കൊണ്ടിരുന്നത്. എന്തായിരിക്കും നാളെ, എന്തായിരിക്കും, അതിനെക്കുറിച്ച് അറിയാൻ മനുഷ്യന് എപ്പോഴും ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോഴും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഇന്ന് കുറെ വലിച്ചു നീട്ടി ഇന്ന് നമ്മുടെ ചുറ്റുപാടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം കർത്താവിന്റെ ഒരു അടയാളമാണെന്ന് ആവേശത്തോടെ നല്ല വാചാലമായി, അത് വളരെ ഫാർ ഫെച്ച്ഡ്, മേ ബി വെരി ഫാർ ഫെച്ച്ഡ്, വലിച്ചു നീട്ടിയൊക്കെ ഒപ്പിച്ചു വരുമ്പോ ഭയങ്കര ഒരു ആവേശം. എന്നാൽ സ്തോത്രം, അതിനുവേണ്ടിയുള്ള ഒരുക്കത്തെ കുറിച്ച് പറഞ്ഞാൽ അതൊന്നും ആർക്കും അത്ര ഇഷ്ടപ്പെടുകയില്ല. നമ്മുടെ വ്യക്തിപരമായി അതിനെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ആർക്കും അത് ഇഷ്ടപ്പെടുകയില്ല. നമ്മളങ്ങനെ ആകരുത്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം പഠിക്കാൻ വലിയ താല്പര്യമാണ് ആളുകൾക്ക്. വെളിപ്പാട് പുസ്തകത്തിനായിട്ട് വരുമ്പനെ എന്തുമാത്രം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അബദ്ധങ്ങൾ പഠിപ്പിക്കുന്ന മറ്റധികം പുസ്തകങ്ങൾ ഇല്ലതാനും. സ്തോത്രം. ഈ ധാരണ നമ്മൾ ഈ പശ്ചാത്തലത്തിൽ, ഈ 65 പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം ഈ 66-ാമത്തെ പുസ്തകം നമ്മൾ പഠിക്കേണ്ടത്. ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്, മറന്നുപോകരുത്. അതായത് യുഗപരമായുള്ള ദൈവിക കാര്യപരിപാടിയിലെ പ്രധാന സംഭവങ്ങളുടെ ദൃശ്യാവിഷ്കാരങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ കിട്ടുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവം എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, what is God doing here? What is God engaged in? കർത്താവ് എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയ്യോ, എന്തൊക്കെയാണ് എന്നോട് ശേഷം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ. മൂപ്പർക്ക് ചുമ്മാ ഇരുന്നപ്പം ഒരു ഊരി ഉണ്ടായിട്ട് ഒരു ഊരി ഉണ്ടാക്കി അതിനകത്തൊരു ഉഴിപ്പാലിനെ പഠിച്ചു വിട്ടു. എന്നിട്ട് അതിനോട് പറഞ്ഞു എല്ലാം തിന്നോ, ഏതാണ്ട് ഒരെണ്ണത്തോട്ട് പോലെ. വിലക്കപ്പെട്ടതിനോടൊരു താല്പര്യം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ ജിജ്ഞാസയും കൊടുത്തത് പറയാൻ അല്ലെ? ആ ജിജ്ഞാസ കൊടുത്തത് വിലക്കുകയും ചെയ്തപ്പോ ഇവൻ പാവം മനുഷ്യൻ ഇത് ചെന്ന് അതൊന്ന് മറിച്ചു നിന്ന് പരിപാടികൾ. എന്നിട്ട് അന്നേരം മുതൽ ഇവനെ ശപിച്ചു, നരകത്തിൽ വിടുന്നു, വിരട്ടുന്നു, പീഡിപ്പിക്കുന്നു എന്ന് വേണ്ട. പിന്നെ ദൈവം തന്നെ മനുഷ്യനായി വിടുന്നു, നഷ്ടമനുഭവിക്കുന്നു, ക്രൂശിക്കപ്പെടുന്നു എന്ന് വേണ്ട. ഭയങ്കര കൂടി. എന്നിട്ട് ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതൊക്കെ അനുസരിക്കാത്തവനെ എല്ലാം ചുരുട്ടി കൂട്ടിയെടുത്ത് തീക്കകത്തോട്ട് വലിച്ചെറിയും, കുറെ പേരെ കുറിച്ചോട്ട് പോവുകയും. എന്നോട് എന്നെ സൃഷ്ടിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടില്ല.
I didn't ask God to create me. എന്നെ സൃഷ്ടിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ട് അവിടുത്തേക്ക് വിരുദ്ധമായിട്ട് എന്നെ സൃഷ്ടിച്ചു. എന്നെ സൃഷ്ടിച്ചിട്ട് അവനോട് പറയുന്നത് അവർ ഞാൻ ചെയ്യണമെന്ന് മറ്റേ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമാണ്. അതോ ഒരു മനുഷ്യനെ കൊണ്ട് ഒക്കുന്ന കാര്യമൊന്നും എനിക്ക് പറഞ്ഞേക്കും. കൂട്ടുകാരനെ നിന്റെ പോലെ തന്നെ സ്നേഹിക്കണം, ശാസ്ത്രജ്ഞനെ സ്നേഹിക്കണം. ഇതൊക്കെ മനുഷ്യനെ ദൂരത്താണ്. നിങ്ങളൊന്നും ശ്രമിക്കാൻ ശരിയല്ലേ? എന്നിട്ട് ഇപ്പം എന്നിട്ട് പറയുക ഞാൻ എന്റെ പറയുന്ന അനുസരിച്ച് നീക്കാം. പക്ഷെ എന്തൊരു കഷ്ടമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ദൈവം ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാതിരിക്കുന്ന ഒരുത്തൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തോന്നുന്നില്ലേ? പക്ഷേ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. എന്താണ് ആ ഉദ്ദേശമെന്നാൽ ജീവനേക്കാളേറെ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ സ്വഭാവത്തോട് ഏകീഭവിച്ച നിത്യജീവന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു സവിശേഷ സൃഷ്ടി ഒരുക്കപ്പെടുക. അതാണ് സ്തോത്രം. ദൈവസഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യക ഏൽപ്പിക്കപ്പെടുവാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന മണവാട്ടിയാണ്. മണവാട്ടി എന്ന ഒരു കല്യാണം ഉണ്ട്. അത് കല്യാണത്തിന് ഒരു ദൈവദാസം പറഞ്ഞപ്പോ പറഞ്ഞതേ തീർച്ചയായിട്ടും ഈ മണവാളിന് വേണ്ടി പല കല്യാണാലോചനകളും വന്നു. ഇപ്പൊ എല്ലാം മണവാട്ടിയുടെ യോഗ്യത അതുണ്ടോ ഇതുണ്ടോ, ഇത് വിദ്യാഭ്യാസം ചേരുമോ, പിന്നെ സ്വഭാവം ചേരുമോ, ആത്മീയതയിൽ ചേരുമോ, പ്രായം കൊണ്ട് ചേരുമോ, നീളം കൊണ്ട് ചേരുമോ, ഇല്ലേ, നിറം കൊണ്ട് ചേരും. എന്റെ പൊന്നപ്പനെ ഒന്ന് പറയാം, എന്തൊക്കെ ക്രൈറ്റീരിയ അല്ലേ, ഏതൊക്കെ മാനദണ്ഡങ്ങൾ കൊണ്ട് അളന്ന് കുഴപ്പമില്ല ശരിയാ ചേരും എന്ന് അംഗീകരിച്ച് കഴിഞ്ഞെങ്കിലേ ഈ പ്രൊപ്പോസൽ പോലും പ്രൊസീഡ് ചെയ്യുള്ളൂ. അല്ലെ അവിടെ അപ്രോപ്പിൽ ഇല്ലേ? ചെറുക്കൻ 5-3 ഇഞ്ചേ ഉള്ളു, പെണ്ണിന് 6 അടി 2 ഇഞ്ച്. പൊന്നപ്പര് എവിടെ ചേരും കളക്ഷൻ അല്ലേ? പെങ്കൊച്ച് PhD കാരി 10ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം എഴുതി, പിന്നെ തോറ്റേക്ക് പോയി ITIയിൽ ഒരു ട്രേഡ് പഠിച്ചു പോയി. ഇപ്പം ഇഷ്ടം പോലെ കാശ് കിട്ടും. വെൽഡറായിട്ട് എക്സ്റേ വെൽഡിങ്ങിൽ എക്സ്പേർട്ടായി ജോലി ചെയ്തു. കാശ് ഇഷ്ടം പോലെ. ഈ വേണ്ട മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു എന്ന സകല ദൈവിക സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന ആ വാഴ്ത്തപ്പെട്ട കർത്താവിന് അനുയോജ്യയായ ഒരു മണവാട്ടിയായി ദൈവസഭ ഒരുക്കപ്പെടണമെങ്കിൽ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരു മണവാട്ടിയെ മാത്രമേ ഈ മണവാളൻ സ്വീകരിക്കുള്ളൂ. അതല്ലേ കർത്താവിനെ പറഞ്ഞു, എനിക്ക് യോഗ്യനല്ല. അതാ കർത്താവ് പറയും. നമ്മളിപ്പോഴും പറയാം സ്വർഗത്തിൽ പോകുന്നതിന് വാദം കൊണ്ട് ഉണക്കാൻ, അത് ചെയ്തിട്ട് സ്വർഗത്തിൽ പോകും, ഇത് ചെയ്തില്ല നിങ്ങളുടെ സ്വർഗത്തിൽ പോകും, അതും കൂടെ ഉണ്ടെന്ന് നിങ്ങളുടെ സ്വർഗത്തിൽ പോകും. ഇച്ചിരി അത് പലപ്പോഴും എനിക്ക് നിങ്ങളുടെ ഇത് കോടയം പറയാൻ ഉണ്ടാക്കിയല്ലേ, അത് ആരോഗ്യത്തിന് നല്ലതല്ലേ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. കർത്താവിന് പറയാനുള്ളത് സ്വർഗത്തിൽ പോകില്ല എന്നുള്ളതല്ല, കർത്താവിന് എനിക്ക് യോഗ്യനാണോ? സ്തോത്രം. അതാണ്. അപ്പോൾ യേശു ക്രിസ്തു എന്ന സകല ദൈവിക സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് അനുയോജ്യയായ ഒരു മണവാട്ടിയായി ഒരു സവിശേഷ സൃഷ്ടി ഒരുക്കപ്പെടുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ കാര്യപരിപാടി. ആ കാര്യപരിപാടിക്ക് നോക്കണേ, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലേക്ക് ഒരു സിലക്ഷൻ നടക്കണമെങ്കിൽ പൊന്നപ്പനെ ഇവിടെ IAS ഒക്കെ ഉണ്ട് അല്ലേ? അവര് ഒരു പ്രിലിമിനറി ഉണ്ട്. അത് പാസ്സായി കഴിഞ്ഞ് ആദ്യത്തെ അരിപ്പയ്ക്കകത്തോട് ചാടി രക്ഷപ്പെട്ടു. രണ്ടാമത്തെ അരിപ്പ റിട്ടൺ ടെസ്റ്റ്. ആ അരിപ്പയ്ക്കകത്തോട് ചാടി രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞൊരു ഇന്റർവ്യൂ. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഈ എത്ര അരിപ്പയ്ക്കകത്തൂടെ കയറി ഞെരിഞ്ഞത് വന്ന് അവസാനം ഇത്രയും ഒരു ഈ ലോകത്തിലെ ഈ ഏറ്റവും പോയ ഒരാൾ വലിയൊരു കളക്ടർ ആവും, വലിയൊരു സെക്രട്ടറി ആവും.
അതിനു വേണ്ടിയുള്ള പൊസിഷന് വേണ്ടി ഇത്രേ കഠിനമായ പരിശോധനകൾ, ടെസ്റ്റുകളൊക്കെ പാസ്സാകാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നാ പറയണത്, യേശു ക്രിസ്തുവിന് കൂട്ടവകാശി കൊച്ചുകാരിയാണോ? സ്വർഗത്തിൽ ചെന്ന് പാട്ട് പാടിയിരിക്കാത്ത പലരുടെയും ചിന്ത. സ്വർഗത്തിൽ ചെന്നാണ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതല്ല, യേശു ക്രിസ്തുവിന് കൂട്ടവകാശിയാകുക. കൂട്ടവകാശി എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവിന് നിത്യത്തിലുള്ള സകല പദവികളിലും സാധുവാകുന്ന എനിക്കും ഒരു പങ്കും ഓഹരിയുമാണ് ദൈവം നിയമിച്ചിരിക്കുന്നത്. ആ അത്യുന്നത പദവി ഓർത്തു നോക്കിക്കേ. അഖിലാണ്ട കടാഹത്തിന്റെ സൃഷ്ടാവും നിർമ്മാതാവും ഉടമസ്ഥനും നിയന്ത്രിതാവുമായ ഹല്ലേലൂയ, ഈ സർവശക്തനായ ദൈവത്തിന്റെ പദവികളിൽ ഒരു ഓഹരി ലഭിക്കുന്ന ആ അത്യുന്നതമായ, ചിന്തിക്കാൻ പോലും കഴിയാത്ത ഈ പൊസിഷൻ, അതിലേക്ക് ഒരുക്കപ്പെടാൻ ഒത്തിരി അരിപ്പകൾ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ അരിപ്പയായിരുന്നോ ഏതെല്ലാം, പിന്നെ ഇങ്ങനെ വരികയാണ്. അതുകൊണ്ട് അപ്പോൾ ഈ വലിയ സിലക്ഷനിൽ, ഈ വലിയ തെരഞ്ഞെടുപ്പിൽ, അതിൽ യുഗങ്ങളിലൂടെ നടക്കുന്ന ഈ കാര്യപരിപാടിയിൽ സ്തോത്രം, ഹല്ലേലൂയ, ആ കാര്യപരിപാടിയിൽ ദൈവം പ്രവർത്തിക്കുന്ന ദൈവപ്രവൃത്തിയുടെ പ്രധാന സംഭവങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് പോലെ ദൃശ്യാവിഷ്കാരമായി അവതരിപ്പിച്ചിരിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം. എല്ലാവരും എന്റെ കൂടി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. ഇതാദ്യം മനസ്സിൽ വെച്ചോണം. സ്തോത്രം. ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം സ്തോത്രം തുടർന്ന് ദൈവ വചനം, ഈ വെളിപ്പാട് പുസ്തകം വായിക്കുവാനും പഠിക്കാനും നമ്മൾ മുതിരേണ്ടതാണ്. ദൈവം തന്നിരിക്കുന്ന ഈ വലിയ ഭാഗ്യപദവി, ഈ വെളിപ്പാട് പ്രാപിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യപദവി. ഇന്ന് ആത്മീയതയെ കുറിച്ചുള്ള ആളുകളുടെ ചിന്ത എന്താ? ലോകത്തിലെ മതങ്ങളെല്ലാം ആത്മീയ കാര്യങ്ങൾ പറയുന്നു. ആത്യന്തിക ലക്ഷ്യം എന്താ? ഇവിടുത്തെ ഈ ചുരുങ്ങിയ കാലത്തെ ഈ കൊച്ചു ജീവിതം ഏറ്റവും മേന്മയായി നടക്കത്തക്കതുപോലെ ദൈവത്തിന്റെ കരുണ ഉണ്ടാകുക. അതിൽ ദൈവം നമ്മളെ സഹായിക്കും. പിന്നെ ഒന്നെങ്കിൽ നിത്യജീവനും കൂടി കിട്ടുക. ഇതല്ലേ ഉള്ളൂ സ്തോത്രം. ഇവിടുത്തെ മറ്റു മതങ്ങളിലെല്ലാം ഇവിടുത്തെ കാര്യങ്ങൾ നന്നായി നടക്കാനുള്ള ഉപാധികൾ നിർദ്ദേശിക്കപ്പെടുമ്പോൾ ക്രിസ്തീയ വിശ്വാസികളിൽ അത് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതും പിന്നെ സ്വർഗത്തിൽ കടന്നുകൂടുകയും ചെയ്യണം. അത് സ്വർഗത്തോടുള്ള താല്പര്യങ്ങളൊന്നും വരും, നരകത്തോടുള്ള പേടിയുണ്ട. ഈ ശല്യം ഉള്ളൂ. അങ്ങനല്ല. ഇന്നത്തെ പ്രസംഗങ്ങളെല്ലാം നിങ്ങൾക്ക് വിലയിരുത്തിക്കേ. എല്ലാ പ്രസംഗങ്ങളെ ഇതെല്ലാം കേൾക്കാൻ ഇഷ്ടം. അതാണ് റോമാലേഖനത്തിന്റെ 16-ാം അധ്യായത്തിൽ ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞുകൊണ്ട് സാധുക്കളെ തങ്ങളെ പിന്നാലെ വലിച്ചു കളയാൻ ഒരു കൂട്ടം ചക്കരവാക്ക് പറയുമ്പോ ഞാൻ പറയുന്നത് റോമാലേഖനം 16-ാം അധ്യായത്തിലെ കാര്യമാണ്. കർത്താവ് പറഞ്ഞതോ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഒത്തിരി പേര് പറഞ്ഞു, എന്തൊരു കഠിന വാക്ക്, ഇത് കേൾക്കാനാരെ കൊണ്ട് കഴിയും. പിന്നെ അനുസരിക്കും. ഇത് കേൾക്കാനാരെ കൊണ്ട് കഴിയും. അപ്പൊ ആളുകളെല്ലാം വിട്ടുപോയപ്പോ കർത്താവ് ശിഷ്യന്മാര് നിങ്ങൾക്ക് കൂടെ പോയിക്കൂടെ, എങ്ങനെ പിടിച്ചു നിർത്തുക എന്നാ ഇവിടുത്തെ ചിന്ത. തപ്പി പിടിച്ചു നിർത്തുക. എന്നാ ഗുരുത്തക്കേട് കാണിച്ചൊരു ഇത്ര വലിയ പെർഫെക്റ്റ് ഇവിടെ നിന്റെ നാളത്തെ സ്ഥിതി എന്താ നീ അറിയുന്നുണ്ടോ? നീ ഇന്നത്തെ വലിയ വേദന ഉണ്ടാകണ്ട. അങ്ങ് കാണാൻ മറ്റൊരുത്തർ ആസ്വദിക്കാൻ നീ ആരാണ്? ബാക്കിയുണ്ടല്ലോ. അതുകൊണ്ട് തപ്പിപ്പിടിച്ചുകൊണ്ട് നടക്കുക, പ്രസ്ഥാനം തട്ടിക്കൂട്ടിക്കൊണ്ട് നടക്കുക. അതെയോ? അതുകൊണ്ട് എന്ത് ചെയ്യും? ചക്കരവാക്കും സ്തോത്രം. ഇത് പറഞ്ഞു നിങ്ങളൊക്കെ പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോ ശിഷ്യന്മാര് പറഞ്ഞു എന്താ ഞങ്ങൾ എങ്ങട്ടാ പോണ്ടേ? ചക്രവാക്ക് പറയുന്നവരൊക്കെ ഇവിടെ ഇഷ്ടപ്പാടുണ്ടാകും. നിത്യജീവന്റെ വചനം നിന്റെ പക്കലാണുള്ളത്.
നിത്യജീവൻ എന്ന് പറഞ്ഞ നിത്യമായ കൂട്ടം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഈ നിത്യജീവന്റെ വചനം, ആ നിത്യജീവന്റെ വചനമാണ് സ്തോത്രം നമ്മുടെ ഹൃദയത്തിന് ഹരമായിരിക്കേണ്ടത്. സ്തോത്രം. എല്ലാവരും ഒക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നത് വിശ്വസിച്ചുകൊണ്ട് ഇത്രയും പുതിയതായി നമുക്ക് സ്തോത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതിലാണ്. സ്തോത്രം. ഒരു നിമിഷം ആയിക്കോട്ടെ. സ്തോത്രം. സോറി. ആയിരിക്കും. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. സ്തോത്രം. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളാണ് അപ്പൊ ദൃശ്യാവിഷ്കാരമായി ഓരോ ദൈവ പ്രവൃത്തിയെ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. കാര്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവവചനം നമ്മൾ ഗ്രഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഗ്രഹിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനിടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ എന്നൊക്കെ ഞാൻ ഇവൻ കൺവെൻഷനൊക്കെ പ്രസംഗിക്കുമ്പോഴും ഞാൻ ഇടയ്ക്ക് ചോദിക്കും. ഒരിക്കലും ഒരു യോഗ കഴിഞ്ഞപ്പോ ഒരു അച്ചായം വന്നതിന്റെ അടുത്ത് നിങ്ങൾ ഇച്ചിന്റെ പ്രായമുണ്ട്, ഞാൻ കുറെ വർഷം നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളെ പ്രസംഗിക്കാൻ അവിടെ വിളിച്ചാലേ അവിടെ വൈക്കുന്ന സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഞങ്ങള് കേൾക്കാനോട് വന്നിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു, കേൾക്കുന്നു. നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു പോകണം, കേട്ടോ ഇല്ലയോ ഞങ്ങളെ തീരുമാനിച്ചോളാം. ഇങ്ങനെ തോന്നുന്നു പോലും കൂടുണ്ടോ മനസ്സിലായി. ചൂട് എന്റെ ഞാൻ എന്താ പറയാ, അത് നമ്മുടെ സ്വഭാവം പറ്റില്ല. ഞാന് ഈ വിഷയം ദൈവത്തോട് ഇങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ ഞാൻ എന്റെ ഹൃദയത്തിൽ കർത്താവിനോട് പറഞ്ഞപ്പോ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ വ്യക്തമായി തന്ന ഒരു നിയോഗം, ഇതെല്ലാം ഗ്രഹിച്ചു പോയെന്ന് കർത്താവ് ചോദിച്ചാൽ ഇതെല്ലാം ഗ്രഹിച്ചു പോയി. സ്തോത്രം. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ചോദിച്ചോളാം. അതുകൊണ്ട് അത് മാറ്റിയിട്ടില്ല. ഇന്ന് പറഞ്ഞു നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് അരോചകമാകുകയായി ഇതൊക്കെ കൊടുക്കാൻ. സ്തോത്രം. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ഓളം അടിച്ച് ഈ ഒരു എന്നെ അന്തരീക്ഷമായിരുന്നു എന്ന് പറഞ്ഞ് ഒരാവേശം കാണിച്ച് പോകുന്നതല്ല വചന ശുശ്രൂഷ. ദൈവവചനത്തിന്റെ സത്യങ്ങൾ നമ്മൾ ഗ്രഹിക്കണം. അതുകൊണ്ടാണ് കർത്താവ് ഉപമകൾ ഉപയോഗിച്ചത്. ഉപമകളിൽ കർത്താവ് ഈ പ്രായോഗിക ജീവിതത്തിന്റെ ഏടുകളിൽ പറിച്ചെടുത്ത് അവതരിപ്പിക്കാൻ ഉപമകൾ അവതരിപ്പിക്കാൻ. സ്തോത്രം. അതുപോലെ തന്നെ എല്ലാത്തെയും ദൃശ്യ ആവിഷ്കാരങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലെ കർത്താവിടെ ഉപമകൾ ഉപയോഗിച്ചതിന്റെ മറ്റൊരു രീതിയാണ് എന്ത് ദൃശ്യ ആവിഷ്കാരങ്ങളായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. സ്തോത്രമായിട്ട് അങ്ങനെ പറഞ്ഞു പോയാൽ ഒത്തിരി നേരം പോകുമല്ലോ. സ്തോത്രം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ തിരിക്കാം. സ്തോത്രം. 6-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതിന്റെ ഒടുവിലത്തെ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് 7-ാം അധ്യായത്തിലേക്ക് കടക്കാം. 6-ാം അധ്യായത്തിൽ അതിന്റെ 19-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ പോലെ ആകാശം എല്ലാ വളരെ നന്ദി. സ്തോത്രം. ആ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒടുവിൽ ചിന്തിച്ച് നിർത്തിയത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വലിയൊരു 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. ആ ഭൂകമ്പത്തെ തുടർന്ന് വലിയ കരിമ്പടം പോലെ സൂര്യൻ കറക്കത്തക്കതുപോലെ വലിയ ഒരു മാറ്റമുണ്ടായി. സ്തോത്രം. അതിനെക്കുറിച്ച് നമുക്ക് ന്യായമായി ചിന്തിക്കുന്ന കഴിഞ്ഞ വലിയൊരു ഭൂകമ്പം ഉണ്ടായപ്പോൾ
ഇവിടെയുള്ള അഗ്നിപർവ്വതങ്ങൾ പറ്റി പൊട്ടി. ഭൂമിയുടെ ഒത്തിരി അഗ്നിപർവ്വതങ്ങളുണ്ട്. അത് പൊട്ടി വലിയ പുക ഉയർന്നു. വലിയ പുക ഉയർന്നിട്ട് കനത്ത മേഘപ്പാളി പോലെ, കറുത്ത പാളി പോലെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്ന് സൂര്യൻ കരിപ്പടം പോലെ. പക്ഷെ ചന്ദ്രൻ രക്തതുല്യമായെന്ന് പറഞ്ഞിരിക്കുന്നത് സൂര്യരശ്മി പ്രതിഫലിച്ചാണല്ലോ ചന്ദ്രൻ പ്രകാശിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ ഈ ഒരു ലെയറിൽ ഭയങ്കര കറുത്ത പുക വന്ന് സൂര്യനങ്ങ് കറുത്തു പോകുമ്പോൾ, ഇരുണ്ടു പോകുമ്പോൾ, അതിനു മീതെ കൂടെ സൂര്യരശ്മികൾ ചന്ദ്രനിൽ പതിക്കാൻ സാധ്യതയുണ്ട്. അതിനു മീതെ കൂടെ സൂര്യരശ്മികൾ ചന്ദ്രനിൽ പതിച്ച് സ്തോത്രം. അങ്ങനെ ചന്ദ്രന് എങ്ങനെയാ രക്തതുല്യം, ഒരു ഭംഗി ചുവന്ന കണ്ടു. സ്തോത്രം അറിയാം. നമ്മള് വളരെ ഫ്ലൈറ്റിൽ ഉയരത്തിൽ കൂടെ പോകുമ്പോൾ മേഘം താഴെയാണ്. അത് ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഈ താഴെയുള്ള മേഘത്തിൽ നീല വെള്ളം വീഴുന്നത് നമുക്ക് താഴുണ്ട്. നമ്മള് പോകുന്നിടത്ത് മഴയുണ്ട്, നമ്മൾ പോകുന്ന ആ ലെവലിൽ മഴ ഇല്ല താഴെ. അതുപോലെ നോക്കണേ. അപ്പൊ ആ ലെവലിൽ സൂര്യന്റെ രശ്മികൾ ഇങ്ങനെ പാർശ്വങ്ങളിലേക്ക് വിതറി. ആ രശ്മികൾ വന്ന് എവിടോട് പതിച്ചു? ചന്ദ്രനിൽ പതിച്ചു. സൂര്യൻ കരിമ്പടം പോലായി, ചന്ദ്രൻ രക്തതുല്യം. ഇതൊക്കെ വിമർശനങ്ങൾ ഉയർത്തുന്നവരുണ്ട്. അതുകൊണ്ട് ഞാൻ വിശീലനം പറഞ്ഞു. സൂര്യൻ കറുത്ത കരിമ്പടം പോലെ വരുന്നപ്പോഴേ ചന്ദ്രന്റെ കാര്യം പറയാറുണ്ട്. കാര്യം സൂര്യന്റെ രശ്മി കൊണ്ടാ ചന്ദ്രൻ പ്രകാശിക്കും. അപ്പൊ സൂര്യൻ കറുത്തു, കരിമ്പടം പോലെ കറുത്തു, അങ്ങനെ ചന്ദ്രൻ പ്രവഹിക്കുന്നു. ഇതൊക്കെയാണ് ഇത്ര വിവരക്കേട് ചിന്തിക്കുന്നത്, വിശ്വസിക്കുന്നത്. ഇതൊക്കെയാണോ ദൈവം പരിഹസിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് വിജയണം പറഞ്ഞത്. എല്ലാവരും ഇതുകൊണ്ട് തന്നെയുണ്ട്. സൂര്യനങ്ങ് കറുത്തു. പക്ഷേ സ്തോത്രം താഴെ നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ വരാം. പക്ഷേ അതിന് മീതെ ഉയരങ്ങളിൽ നിൽക്കുന്ന സൂര്യന്റെ രശ്മികൾ പാർശ്വങ്ങളിലൂടി പ്രസരിച്ച് ചന്ദ്രനിൽ പതിച്ച് ചന്ദ്രൻ ചുവന്ന് പ്രകാശിക്കുന്നു. ഒരു ചിന്തിക്കാതെ വേദപുസ്തകത്തെ പരിഹസിക്കുന്നു. നിങ്ങളുടെ ഏത് വലിയ ന്യായീകരണവും കൊണ്ട് whatever rational explanation you may bring into counter the word of God, you will fail, miserably fail. കാരണം മനസ്സിലായി ഞാൻ പറഞ്ഞു. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു. നിങ്ങൾ എത്ര യുക്തിയും കൊണ്ട് വന്ന് ഇത് തെറ്റാണ്, ഇത് ദോഷത്വമാണെന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചാലും സൂക്ഷിച്ചു നോക്കുമ്പോ ഈ വേദപുസ്തകം തികവും പൂർണ്ണതയും സത്യവുമാണ്. തികവുള്ളത് പൂർണ്ണതയും സത്യത്തിൽ സത്യവുമാണ് സഹോദരങ്ങളെ. സ്തോത്രം. അപ്പോൾ ഇതിനെ പരിഹസിക്കുന്നവർക്കുള്ള മറുപടി നിങ്ങളോട് ആരും ചോദിച്ചാൽ ഒന്നാന്തരമായിട്ട് പറഞ്ഞു കൊടുത്തേക്കണം. സ്തോത്രം. അവിടെ മുമ്പോട്ട് പോകുന്നു. എന്നിട്ട് അടുത്ത പിന്നെ പറഞ്ഞു അത്തിവൃക്ഷം. ഇത് ഏറ്റവും കൂടുതൽ വേദപുസ്തകത്തെ വിമർശിക്കുന്ന ഒരു ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിഷയം പറയും. അത്തിവൃക്ഷം പെരുക്കാച്ചുകൊണ്ട് മുറുകിയിട്ട് കായ് ഒരുക്കുന്നത് ഒരു നക്ഷത്രം തന്നെ കൂടുതൽ അനേകം വരുമ്പോൾ അത് വരുമ്പോൾ നക്ഷത്രങ്ങൾ ഭൂമി വീണ് തുടങ്ങി. എന്താ അതല്ലേ അത് വിവരക്കേടാ. ഈ ഉൽക്കകൾ എന്ന് പറയുന്നത് ഈ നക്ഷത്രങ്ങളൊക്കെ ഭൂമിയിലേക്ക് പതിച്ചു വരുമ്പോൾ അന്തരീക്ഷത്തിൽ അത് കത്തിയമർത്ത അത് ഉൽക്കകളായി ഭൂമിയിൽ പതിക്കും. സ്തോത്രം. അതിനും ആർക്കും വിമർശിക്കാനില്ല. ഇത് ഇറാഷണലാണ് എന്ന് പറയുവാൻ കഴിയുന്നതല്ല. സ്തോത്രം. മുമ്പോട്ട് പോകുന്നു. സ്തോത്രം. പുസ്തക ചുരുട്ടും പോലെ ആകാശം. നോക്കണേ, ആകാശം വലിയൊരു കോൺക്രീറ്റ് ഇട്ട പോലെ വലിയ തട്ടായിട്ടിരിക്കുമെന്നല്ല, വാതക വലയങ്ങളാണ്. പല വാതക വലയങ്ങളാണ്. സ്തോത്രം. നമ്മള് 20-ാം അധ്യായം വായിക്കുമ്പോൾ ഈ ആകാശം മാറിപ്പോയി, പിന്നെ അതിനെ കണ്ടില്ല. സ്തോത്രം. മാറിപ്പോയി. എന്നാൽ ഇവിടെ ഒരു വാതക വലയം പുസ്തകം ചുരുളുന്ന പോലെ ചുരുണ്ട് പോയി. 102-ാം സങ്കീർത്തനം ഒരു വാക്യം ഒന്ന് വായിച്ച്. 102-ാം സങ്കീർത്തനം 25-26 വാക്യം ഒന്ന് വായിക്കാമോ? Psalm number 102 verse 25 and 26. ആകാശത്തെ അവർ രക്ഷിക്കും. അവയെല്ലാം വസ്ത്രം പോകാൻ പറയും. ഉടുപ്പ് പോലെ അവയെ മാറ്റും.
അവൻ മാറി പോവുകയും ചെയ്യും. നീയോ അനന്യനാകും. മതി താങ്ക് യു. സ്തോത്രം. ശ്രദ്ധിക്കണേ, എന്താ പറയാ, നമ്മള് ഈ ആകാശത്തിന്റെ കാര്യം പറഞ്ഞ് ബഹുവചന ഉപയോഗിച്ചേക്കും. സ്തോത്രം. ഇംഗ്ലീഷിൽ ഹെവൻസ് എന്ന ബഹുവചനം ഒരു കൃതിയിലും ബഹുവചന രൂപമാണ്. ബഹുവചന രൂപം എന്ന് പറഞ്ഞാൽ ഈ ആകാശം എന്ന് പറയുന്നത് പല വാളികൾ ചേർന്നുള്ള ഒറ്റയാ. സ്തോത്രം. ഈ പല വാളികളിൽ ഒരു വാതക വലയം ചൂരിന്റെ അങ്ങ് പോയി. സ്തോത്രം. പുസ്തകം ചുരുണ്ടത് പോലെ അങ്ങ് ചുരുണ്ടു മാറിപ്പോയി. സ്തോത്രം. അതാ അവ മാറും, അവ മാറിപ്പോകും, നീ അവയെ മാറ്റും, അവ മാറിപ്പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് തിരുവഴുത്ത് വായിക്കുമ്പോൾ ജ്ഞാനത്തോടെ ആകാശത്തെ ഉണ്ടാക്കിയത്. ജ്ഞാനത്തോടെ ഈ ഭൂമി ഒരുക്കുന്നതിന്, അല്ലെങ്കിൽ ഈ ഭൂമി സൃഷ്ടിക്കുന്നതിന് ഉപയോഗിക്കപ്പെട്ട ദൈവജ്ഞാനത്തെക്കാൾ ഏറിയ ജ്ഞാനമാണ് ഈ ഭൂമിയെ ചുറ്റുന്ന വാതക വലയമായ ഈ ആകാശം ഒരുക്കുന്നതിന് സ്തോത്രം ദൈവം ഉപയോഗിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഞാൻ എവിടെ ചെന്നാൽ, ആർട്ടിക്കിൽ ചെന്നാൽ, അന്റാർട്ടിക്കിൽ ചെന്നാൽ, എവിടെ ചെന്നാലും വെള്ളം ആകാശം. ആകാശം എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ചുറ്റിയിരിക്കുക. ഈ പന്ത് ചുറ്റിയേക്കുന്നത് മൊത്തം ചുറ്റിയേക്കുക. ഈ വാതക വലയങ്ങൾ ഭൂമി ഇങ്ങനെ പൊതിഞ്ഞേക്കുക. ലെയർ അപ്പോൾ ലെയർ. എന്റെ പൊന്നു സൗകര്യങ്ങളെ സ്തോത്രം. ഈ ദൈവവചനം സ്തോത്രം. ഇതൊന്നും ചുവ വായിക്കാതെ ഭൂമണ്ഡലമെന്നും ഉപരിതലത്ത് വൃത്തം വരച്ചപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സ്തോത്രം. ഭൂമണ്ഡലമെന്നും ദ സർക്കിൾ ഓഫ് ദി എർത്ത് എന്നൊക്കെ തന്നെയാ. ഇതൊന്നും ചിന്തിക്കാതെയാണ് ഗലീലിയോ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ കർദിനാളന്മാരെല്ലാം അവിടെ കൂടി സ്തോത്രം കോടതി കൂടി വിസ്താരം കഴിച്ച് മൂപ്പരെ തല്ലിക്കൊല്ലുമെന്ന് പറയണമെന്ന് കൂട്ടി അവിടെ. പിന്നെ അവസാനം ജീവനിൽ പൊതിയുള്ള ഗലീലിയോ മുട്ടുമേ നിന്നിട്ട് പറഞ്ഞു. ഇവര് പറയുന്ന പോലെ മുഴുവനല്ല. പക്ഷേ ഞാൻ ഒരിക്കൽ ഒരു പുസ്തകത്തിൽ വായിച്ചത്, ആ മുട്ടയെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴും ഇങ്ങനെ വിറുവിറുത്തോണ്ടാ എഴുന്നേറ്റത്. ഈവൻ ഗോസ് റൗണ്ട് ദ സൺ. ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞെങ്കിലും ഇപ്പോഴും ഭൂമി സൂര്യനെ ചുറ്റും കറങ്ങുകയാണെന്ന് പറഞ്ഞ ചാപ്പൂപ്പര് എഴുന്നേറ്റ്. എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു. വലയങ്ങൾ ഇതിനെ ചുറ്റിയിരിക്കുക. അല്ല ഒരിടത്ത് അടിച്ചുറപ്പിച്ച ഇത് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നതല്ല. അത്ര കൃത്യമായ ദൈവം അതിലൊന്നുള്ളത് മനസ്സിലാക്കാം. മുമ്പോട്ട് പോകുന്നു. സ്തോത്രം. പുസ്തകം ചുറ്റുമ്പോൾ ആകാശം പാലിപ്പിക്കുക. എല്ലാ മാലയും ദൈവം സ്വസ്ഥാനത്ത് നിന്ന് ഇവിടെയും. സ്തോത്രം. സൗരങ്ങളെ ഈ ഭൂമിയെ ഇങ്ങനെ മലകളും താഴ്വരകളും എല്ലാം ആക്കി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നൊക്കെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനത്തില് എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ വളരെ കൂടും. അതുകൊണ്ട് മലകളും താഴ്വരകളും ഒക്കെ ആവുമ്പോ ടോട്ടൽ സർഫസ് ഏരിയ വളരെ കൂടും. ഈ സർഫസ് ഏരിയയിലാണല്ലോ കൃഷി നടക്കുന്നത്, സസ്യാദികൾ വളരുന്നത്. ഈ സർഫസ് ഏരിയയിലാണ് വേലാടി മണ്ണ്, നല്ല വളക്കുള്ള വേലാടി മണ്ണുള്ളത്. നോർത്ത് വൈകിയ ഇഷ്ടമാത്രം സർഫസ് ഏരിയ ഈ മലയെല്ലാം ഇടിച്ച് ഭൂമി അങ്ങ് നേരത്തി ആക്കി കഴിഞ്ഞാൽ സർഫസ് ഏരിയ എന്തോ ഉടനെ നമുക്ക് ജ്ഞാനം നമുക്ക് വേണ്ടി ഇത് സ്തോത്രം നിമ്നോന്നതങ്ങളായി മലകളും താഴ്വരകളും ഒക്കെ ആയി സ്തോത്രം. പക്ഷേ ഈ ഭൂകമ്പം ഉണ്ടായപ്പോ എല്ലാം കൂടെ അങ്ങ് ഇടിഞ്ഞ് നേരം ദ്വീപുകളെല്ലാം സംസ്ഥാനത്ത് നിളയിപ്പോയി. സ്തോത്രം. നോക്കണേ, ഇതൊക്കെ ഒരു ഭൂമി ഒരുക്കത്തിൽ സംഭവിക്കാനുള്ളതേ ഉള്ളൂ. അടുത്തത് ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസന്മാരും സ്വതന്ത്രരും ഗുഹകളിലും മലമ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ പേര് വീഴ്വീ, സിംഹാസനിക്കുന്ന മുഖം കാണാറുണ്ട്, വിചാരണ മുഖം തെറ്റാണ്, ഞങ്ങളെ മറപ്പീ. ഇതും അടുത്തൊരു വിമർശനം. അത് ഞാൻ അവിടെ മുതലായി ഇന്ന് തുടർന്ന് പോകട്ടെ. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ്ടൊക്കെ പരാമർശിച്ചത് വിഷയം നമ്മൾ പറഞ്ഞെങ്കിലും സ്തോത്രങ്ങളെ
അങ്ങനെ ഈ ഭൂമിയിലെ മഹത്തുകൾ ഇവരെ കുഞ്ഞാടിന്റെ കോപം തട്ടാവും, കുഞ്ഞാടിന്റെ മുഖം കാണാന്നുള്ളതൊക്കെ പറഞ്ഞു. എന്നിട്ട് മലപ്പാറകളിൽ ഗുഹകളിലൊക്കെ വിളിച്ചത്. എന്റെ പൊന്നു സൗരങ്ങളിൽ ഇവിടെ ഇപ്പൊ യുദ്ധ സന്നാഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബങ്കറുകളാണ്. മനസ്സിലാവുന്നുണ്ടേ? ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വഴിക്ക് പോകുന്നു, ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വഴിക്ക് പോകുന്നെങ്കിലും മറുവഴിക്ക് എന്താ ബങ്കറുകൾ, അതിർത്തി ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ബങ്കറുകളുണ്ട്. ഇവിടെ അങ്ങനെ ഗാസയിൽ അവന്മാർ ചെയ്തോണ്ടിരുന്നത് കൊരങ്കങ്ങൾ, ബങ്കറുകൾ. ഈ ബങ്കറുകൾക്കകത്ത് കയറി ഒളിച്ചാൽ റേഡിയേഷനിൽ നിന്ന് പോലും ഉപരിതലത്തിലൂടെ പ്രസരിക്കുന്ന റേഡിയേഷനിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ ആളുകൾക്ക് കഴിയും. ബങ്കറുകളാണ് സ്തോത്രം ഒരു സങ്കേതമായിരിക്കുന്നത്. ഇത് ബങ്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനുഷ്യനുണ്ടാക്കിയ ബങ്കറുകൾ എന്നൊന്നും പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഏത് കാലത്തുമുള്ള ആർക്കും മനസ്സിലാകത്തക്കതുപോലെ പരിശുദ്ധാലോട് പറഞ്ഞിരിക്കുക. നോക്കണേ, ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചു. ഇവിടുത്തെ വെല്ലുവിളികളെല്ലാം അല്ലേ എങ്ങാണ്ട് പറഞ്ഞു കേട്ടായിരുന്നല്ലോ, ഭയങ്കര യുദ്ധം വന്നപ്പോ പ്രധാനമന്ത്രിയെ കാണാനില്ല, ഏതാണ്ട് ബങ്കറിനകത്ത് ഒളിച്ചിരിക്കുക. എല്ലാ വെല്ലുവിളികളും ഈ ബങ്കറിനകത്ത് കയറും. എല്ലാ വെല്ലുവിളിയും ബങ്കറുകൾക്കകത്ത്. ഈ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ അമേരിക്കയിലെ ഒക്കലഹോമ എന്ന് പറയുന്ന ആ സംസ്ഥാനം, അത് ടൊർണാഡോകളുടെ സ്ഥലം. ടൊർണാഡോ, ഈ ടൊർണാഡോകളുടെ സ്ഥലമായതുകൊണ്ട് എല്ലാ വീടിനകത്തും ഒരു താഴോട്ടൊരു നിലവറ വെച്ചിട്ടുണ്ട്. ഒരു വലിയ ടൊർണാഡോ ഒക്കെ ഉണ്ടായി വീഴുവാൻ വരെ ചിലപ്പോഴൊക്കെ പറന്നു പോയിട്ടില്ല. അപ്പോൾ ഒളിച്ചിരിക്കാൻ ടൊർണാഡോ സെൽ എല്ലാ വീടുകൾക്കും ഉണ്ടായിരിക്കും. ടൊർണാഡോ ഉള്ളതുകൊണ്ട്. ടൊർണാഡോ എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റല്ലേ, പോക്കിയെടുത്ത് കാറുകളൊക്കെ പോക്കിയെടുത്തൊക്കെ കൊണ്ടുപോകും. എന്നാൽ ഇതിനകത്തോട് കയറി ഇരുന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും ചിലപ്പം റൂമൊക്കെ പോക്കിയെടുത്തൊക്കെ പറന്നു പോകും. പക്ഷെ ഇതിനകത്ത് കയറി ഇരുന്നാൽ ഒരു വലിയ ഇരുമ്പിന്റെ വലിയൊരു വാതിലും കൊണ്ട് അത് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ച് അതിനകത്ത് കയറിയിരുന്നു. അതിനകത്ത് എല്ലാരും വെള്ളവും അത്യാവശ്യ സാധനങ്ങളൊക്കെ 1-2 ദിവസത്തേക്കുള്ള എല്ലാം എപ്പോഴും സൂക്ഷിച്ചിരിക്കണമെന്ന് പറയും. അതാണ് ബങ്കറുകളിൽ ഇതെല്ലാം സൂക്ഷിക്കുക. ഇവിടെ ഈ ആരൊക്കെ പാവപ്പെട്ടവർക്കൊന്നും ആരൊക്കെ വല്ല ഒഴിഞ്ഞ ബങ്കർ കിട്ടിയാൽ പിന്നെ ദാസനെ കിട്ടും, ദാസന്മാർക്ക് കിട്ടും. അല്ലെങ്കിൽ മഹത്തുക്കൾ, രാജാക്കന്മാർ, മന്ത്രിമാർ, പ്രധാനികൾ, പ്രസിഡന്റന്മാർ, ഇവരെല്ലാം ഇവിടെ കയറിയിരിക്കും. ബങ്കറുകളില് കയറി അഭയം തേടും. ഇത് നടക്കാൻ പോകുന്ന കാര്യം കേട്ടോ, നടക്കാൻ പോകുന്ന കാര്യം. നമ്മള് അതിർത്തി പ്രദേശങ്ങളിലാണ് വീട് പണിയുന്നെങ്കിൽ അടിയിലൊരു എല്ലാം നിർബന്ധമായി ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടെന്നുള്ളത് ആരും അറിയാനും പാടില്ല. അല്ലെ ഈ ബങ്കറുകൾ പൊട്ടിക്കാനുള്ള ബങ്കർ ബസ്റ്റർ എന്ന് പറഞ്ഞ് വലിയ പവർഫുൾ ആയിട്ടുള്ള ബോംബുകളുണ്ട്. നോക്കട്ടെ, എന്നിട്ടോ അടുത്തത് കണ്ടേ ഞങ്ങളുടെ മേൽ വീഴുവിട്ടെ. എന്നിട്ട് പറഞ്ഞാൽ ഇതിനകത്ത് കയറിയിരിക്കുന്നവർ മരണവിച്ചിക്കുകയല്ലേ. ഇതിനകത്ത് കയറിയിരിക്കുന്നവര് മരണവിച്ചിക്കുക. നമുക്കറിയാമല്ലോ, 2ാം ലോക മഹായുദ്ധത്തിൽ ലോകത്തെ ഉറപ്പിച്ചുകൊണ്ടിരുന്ന പയത്തിനകത്ത് ഹിറ്റ്ലർ എന്ന പേര് കേൾക്കുമ്പോഴേ ആളുകൾ ഭയപ്പെടുന്നത്. ക്രൂരനായി. എന്നാൽ യുദ്ധത്തിലെ ഗതിയൊക്കെ നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം അടിച്ച് കസറി ജയിച്ചു മുന്നേറിക്കൊണ്ടിരുന്ന ജർമ്മനിയും അച്ചുതണ്ട് കക്ഷികളും ഇസ്രായേൽ 2ാം ലോക മഹായുദ്ധത്തിൽ പരോക്ഷമായി ഇടപെടേണ്ടി വന്നു. അങ്ങനെ അന്ന് ഇസ്രായേൽ രാജ്യമൊന്നുമില്ല, യൂതന്മാരാണ്. പരോക്ഷമായാണ് അവരിടപെടുവാൻ സാഹചര്യങ്ങൾ ദൈവം അനുവദിച്ചു. ചൈം വീസ്മാൻ എന്ന് പറയുന്ന യഹൂദൻ, മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ കെമിസ്ട്രി പ്രൊഫസർ, TNT വാദം കണ്ടുപിടിച്ചിരുന്നയാണ്. ഇവർ തോറ്റ ഉന്നമാണ് നിൽക്കുമ്പോ
ഗതികേടുകൊണ്ട് ആയുധമില്ല, ഭക്ഷണമില്ല, എല്ലാം ലോകം മുഴുവൻ സൈന്യം ചെതറി കിടക്കുന്നു. അപ്പോഴാണ് സ്തോത്രം ചർച്ചിലിനെ പ്രധാനമന്ത്രിയാക്കിയത്. ചർച്ചിൽ ആദ്യം കയറിയപ്പോഴാണ് പറഞ്ഞത്, ഏത് പൂർണ്ണമായ തീരുമാനമെടുക്കാൻ എനിക്ക് അധികാരം തരുന്നെങ്കിൽ ഞാൻ അധികാരം ഏറ്റിട്ട് കൊള്ളുന്നു. എന്തെങ്കിലും ഏതൊരു തീരുമാനം ഞാൻ എടുത്താലും രാജ്ഞിയോടും കുടുംബാംഗങ്ങളോടും മാത്രം അതിന്റെ വിശദീകരണം പറയുവാൻ എനിക്ക് ബാധ്യതയുണ്ട്. പാർലമെന്റിനോട് ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. ഐ വിൽ നോട്ട് ബി ആൻസറബിൾ ടു ദി പാർലമെന്റ് എന്ന് കണ്ടില്ലേ? ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പാർലമെന്റിൽ പറയുന്നു. ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ പാടില്ല, ഏത് തീരുമാനം എടുത്താലും എന്റെ തീരുമാനം അവസാനമാണ് എന്ന് ചർച്ചിൽ അവസാനം പാർലമെന്റ് സംബന്ധിച്ചു എടുത്തോളാം, പൂർണ്ണമായ അധികാരം അങ്ങനെ കൊടുത്തു. അതിനെക്കുറിച്ച് ആർണോൾഡ് ടോയിൻബി എന്ന് പറയുന്ന ചരിത്രകാരൻ പറഞ്ഞിരിക്കുന്നത്, തോറ്റ് നിലവിളിച്ച് പരാജയത്തിന് മുമ്പിൽ നിൽക്കുന്ന ഗതികേട് നിൽക്കുന്ന രാജ്യത്തിന് അധികാരം ഏറ്റെടുത്ത അത് കിരീടമായിരുന്നില്ല, അധികാരം മുൾക്കിരീടമായിരുന്നു. ചർച്ചിൽ ആ മുൾക്കിരീടം ഏറ്റെടുത്ത് ആദ്യം ജനങ്ങളിൽ ആത്മവിശ്വാസം വരാൻ ചർച്ചിൽ സുഖി കാണിച്ചുകൊണ്ടോ ചർച്ചിൽ സുഖി എന്നല്ലേ പറയുന്നത്. ജയിച്ചു കഴിയുമ്പോ എല്ലാവരും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് ചർച്ചിൽ സുഖി എന്നായത് പറഞ്ഞു. ചർച്ചിലാകുമ്പോഴേക്കും അങ്ങനെ സ്തോത്രം ചായയും വീസ്മാനുമായി എഗ്രിമെന്റ് ഉണ്ടാക്കി, വിവാഹം ഉണ്ടാക്കി, വെടിക്കോപ്പുണ്ടാക്കി, ഭക്ഷണം ഉണ്ടാക്കി, ഭക്ഷണം കൊടുത്തു. ലോകം മുഴുവൻ യഹൂദന്മാർ ചിതറിയിട്ടുണ്ട്. അതാത് സ്ഥലങ്ങളിൽ യഹൂദ കോളനികളിൽ ഈ കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തു. ആ ഫോർമുല ഉപയോഗിച്ച് അവർ വാദം ചീറ്റി ഉണ്ടാക്കി, വെടിക്കോപ്പുണ്ടാക്കി, ആയുധങ്ങൾ ഉണ്ടാക്കി, സൈന്യത്തിന് കൊടുത്തു, യുദ്ധം തുടങ്ങി. അങ്ങനെ നിശബ്ദമായ വീരങ്ങൾ ശബ്ദിച്ചു തുടങ്ങിയപ്പോൾ പരാഭവം ഹിറ്റ്ലറിനെ പിടിച്ചു. ഹിറ്റ്ലറിന്റെ പരാഭവം പിടിച്ചിട്ട് യേശുരിക്കുക, പക്ഷേ കീഴടങ്ങുന്നു എന്നുള്ള ആ ഒരു സമ്മതത്തോടെ കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റ് ശരിയാക്കാൻ, കീഴടങ്ങുന്നു എന്നുള്ള രേഖകൾ റെഡിയാക്കാൻ തന്റെ സഹായികളെ ചുമതലപ്പെടുത്തിച്ച് തന്റെ ബാല്യകാല സഖിയായിരുന്ന ഈവ ബ്രൗൺ എന്ന പെൺകുട്ടി സ്ത്രീയുമായി ഒരു ബങ്കറിൽ പോയി ഒരു സുഹൃത്തിനെ കൂട്ടിപ്പോയി. ആ സുഹൃത്തിന്റെ സാന്നിധ്യത്തിൽ പേരിന് അവർ വിവാഹിതരായിച്ചു. അവിടെ തലയിൽ വെടിവെച്ച് മരിച്ചു എന്നാണ് ഏറ്റവും വിശ്വസനീയമായ റിപ്പോർട്ട്. അപ്പൊ ഗതികേട് വന്നാൽ അധികാരികൾ എന്താ വിചാരിക്കും? ബങ്കറിനകത്ത് കയറി അധികാരി ചാകാൻ കൊതിക്കുന്നു. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇങ്ങ് വീട് ബങ്കറങ്ങ് പൊട്ടിത്തയോ, ഞങ്ങളുടെ പേര് വീഴുകി. കാര്യം എന്താ? കുഞ്ഞാട് കോപിച്ച എന്നാ കോപിക്കാൻ? സിംഹം കോപിച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ആന ആലോചിക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇന്ന് കുഞ്ഞാടായിരിക്കുന്നവൻ കോപത്തോടെ എഴുന്നള്ളും. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ദൈവകുഞ്ഞാടായി വന്നവനാണ് ഇവിടെ വന്നവനാണ് അധികാരി. ഇവർക്കെല്ലാവർക്കും മനസ്സിലാവും കുഞ്ഞാടിന്റെ കോപം തട്ടാണ് ഞങ്ങളെ മറപ്പി. സ്തോത്രം. അത് മുഖം കാണാമെന്നൊക്കെ പറയുന്നേക്കാം. സ്തോത്രം. മുഖം കാണാമോ ഇവർക്ക്? അത് അവർക്ക് ആ ഉൾബോധം ദൈവം കൊടുക്കും എന്നാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ ഒരു കുഞ്ഞാട് പോലെ യേശു ക്രിസ്തു ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട് ഇവരെയൊക്കെ വരട്ടി നോക്കുന്നല്ല. വലിയ ഭയം, ഭീതി നമ്മൾ ഇതിൽ ആവർത്തിച്ച് വായിക്കുന്നുണ്ട്. യഹോവയാൽ ഒരു ഭീതി അവരുടെ മേൽ വീണ് വന്നു. യഹോവയാൽ ഒരു ഭീതി അവരുടെ മേൽ വീണു. അതുപോലെ ദൈവകോപം അവർക്ക് തിരിച്ചറിയത്തക്കതുപോലെ തിരിച്ചറിയത്തക്കതുപോലെയുള്ള ദൈവിക ഇടപെടൽ അവരുടെ മേലുണ്ടാകും. സൗരങ്ങളെ, ഇത് പീഡന കാലത്ത് സംഭവിക്കാൻ പോകുന്നത് അന്ന് ദൈവസഭയുടെ ഉണ്ടാകില്ല. സ്തോത്രം. അതാണ് നമ്മൾ ഇതിൽ വായിക്കുമ്പോൾ സ്തോത്രം, തന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കയില്ല. സ്തോത്രം. നമ്മൾ കുറുപ്രാവാണ്. ഹല്ലേലൂയ.
ഇവിടെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കുകയില്ല. നമ്മൾ അതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ ചിന്തിച്ചല്ലോ. മുമ്പോട്ട് പോകാം. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ട് ഇവര് മരണം ആഗ്രഹിച്ച്, ഇത് ദൈവിക ഇടപെടൽ തന്നെയാണ്. ഇത് ദൈവ കുഞ്ഞാളായി വന്നവന്റെ കോപ ദിവസമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നവൻ കൃപാസനത്തിലാണെങ്കിലും ന്യായാസനത്തിൽ ഇരിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഇന്ന് അവൻ നമുക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലായി അവിടെ നിൽക്കുകയാണ്. പുതുസംഘങ്ങളുടെ പക്ഷവാദം കഴിക്കുക, താൻ മുഖാന്തരമായി ദൈവത്തോട് എടുക്കുന്നവരുടെ പക്ഷവാദം കഴിപ്പാൻ സദാ ശ്രമിക്കുന്നു. പക്ഷവാദം കഴിക്കുന്ന വക്കീലായിട്ട്. എന്നാൽ ഈ വക്കീലന്മാരാ സാധാരണ ജഡ്ജിമാരായ ജീവനെ. ഈ വക്കീല് ജഡ്ജിയാകുന്ന ഒരു ദിവസം, കോപ ദിവസം. സ്തോത്രം. അതെ, 7-ാം അധ്യായം 1 മുതൽ അതിന്റെ 4-ാം വാക്യം വരെ വായിച്ചാട്ടെ. അതിനുശേഷം ഞാൻ കണ്ടു. വളരെ നന്ദി. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭാഗത്തെ കുറിച്ച് എന്തോ വ്യാഖ്യാനം. ഞങ്ങൾ അതിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രൂപ്പാണ്. യഹോവയുടെ സാക്ഷികൾ പറയുന്നത് ഞങ്ങൾ അതിന്റെ താല്പര്യം, TPMകാർ പറയും ഞങ്ങൾ അതിന്റെ താല്പര്യം. എന്ത് വേണ്ട പകരവും സകലവും ആരെയും ഇതിന്റെ താല്പര്യം. ശ്രദ്ധിക്കണേ. സ്തോത്രം. അതിനുശേഷം നമുക്ക് ചിന്തിക്കാം. അതിനുശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊടാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയുടെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. സൗരങ്ങളെ, അതായത് കാറ്റ് നിയന്ത്രിക്കുന്ന ദൂതന്മാർ. അതായത് നമ്മൾ ദൈവവചനം പരിശോധിച്ചാൽ മനുഷ്യ ജീവിതത്തിന് അനുപേക്ഷണീയമായ അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത അത്യാവശ്യമായ വിഭവങ്ങൾ പരിപാലിക്കുവാൻ ദൈവം ദൂതന്മാരെ നിയമിച്ചിട്ടുണ്ട്. വായു, അതുപോലെ വെള്ളം. ജലാധിപതിയായ ദൂതൻ എന്ന് 16-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്. 16-ാം അധ്യായം 5-ാം വാക്യം വായിച്ച വെളിപ്പാട് 16-ന്റെ 5. വിശുദ്ധന്മാരുടെ പ്രവാചകന്മാരുടെ രക്തം ചിന്തിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ ജനാധിപതിയായ ദൂതൻ. അതുപോലെ മനുഷ്യന് അത്യാവശ്യമായ, മനുഷ്യ ജീവിതത്തിൽ അത്യാവശ്യമായ മറ്റൊരു വിഭവം ദൈവം ഒരുക്കിയിരിക്കുന്നതാണ് വെള്ളം. ഒന്ന് കാറ്റ്, മറ്റത് വെള്ളം. സ്തോത്രം. വായുവും വെള്ളവും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ പിശാചിന്റെ വഴി മോട്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. നോക്കണേ, അവൻ കൊലപാതകൻ, ആദ്യം മുതൽ കൊലപാതകൻ. ഇവിടെ കൂട്ടക്കുരു നടത്താൻ വല്ല പരുവം ഉണ്ടെങ്കിൽ അവൻ ചെയ്യും. സുവിശേഷം വിശ്വസിച്ച് നിത്യജീവന് വേണ്ടി ജനങ്ങൾ ഒരുങ്ങാതിരിക്കാൻ അവൻ ഏതൊക്കെ തന്ത്രം ഉപയോഗിക്കാം, ആ സാധനത്തിന് ഉപയോഗിക്കും. ഏറ്റവും പ്രധാനം ഉപയോഗിക്കുന്നത് തന്ത്രം എന്ന് പറഞ്ഞാൽ മനസ്സ് കുരുടാണ്. നമ്മുടെ മനസ്സ് തന്നെ കുരുട്. അതാണ് ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശത്തിന് ശോഭിക്കാതിരിക്കാൻ, ശോഭിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം ഒരു ദേഹത്ത് പോലെ പറയുക. അവിശ്വാസം മനസ്സ് ചിന്തിക്കുന്നില്ല, മനസ്സ് കുരുടായിപ്പോയി. ഈ മനസ്സ് കുരുടാക്കാൻ, മനസ്സിന്റെ മേൽ മൂടുപടം വിരിക്കാൻ പല വഴികളാണ് ഉപയോഗിക്കും, പല ഉപാധികളാണ് ഉപയോഗിക്കും. മനസ്സിന്റെ മേലെ മൂടുപടം വിരിക്കാൻ ലൗകികത, പിന്നെ മദ്യപാനം, ആസക്തികൾ, ലൈംഗികത,
പിന്നെ സ്പോർട്സ്, കളിയിലൊക്കെ അങ്ങോട്ട് ഹരം കയറി വെച്ച് പിന്നെ ഒന്ന് പറയണ്ട. മദ്യം, പിന്നെ ദ്രവ്യാഗ്രഹം, പണക്കുരി കൊണ്ട് കയറി വെച്ച് പിന്നെ ഒന്ന് പറയണ്ട. പിന്നെ ഒരു വെളിവില്ല. 10,000 1 ലക്ഷമാക്കണമെന്ന്, 1 ലക്ഷം 5 ലക്ഷമാക്കണമെന്ന്, 50 ലക്ഷം 1 കോടി ആക്കണമെന്ന്. എന്തിനാടേ? ഉപയോഗിക്കാൻ ഒക്കാത്തത് ഉണ്ടാക്കി വെച്ചുകൊണ്ട് എന്നാ ഗുണം? ഒരു നിമിഷം ചിന്തിക്കുകയാണ്. അയ്യോ സങ്കടം. ഇവിടുത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒരു സീനിയർ IAS ഓഫീസർ, എന്തോ ഒരു വരുമാനങ്ങൾ, എന്ത് പൊസിഷൻസ്, എന്ത് പവറാണ്, എന്ത് അധികാരങ്ങൾ, ഇതെല്ലാം ഉണ്ടായിട്ടും കള്ളക്കടത്തിന് കൂട്ട്. ഇപ്പൊ താണ്ട അടിയുണ്ട്. എന്തിനാന്ന് ചിന്തിക്കുന്നില്ല. മനസ്സ് ഉരുളാക്കിയിരിക്കുക. അതൊന്ന്. പിന്നൊന്ന്, സുവിശേഷം കേൾക്കാൻ അവസരം കൊടുക്കാതെ ഇവിടുന്ന് അങ്ങ് നശിപ്പിച്ചോ. കൂട്ടക്കുരു നടത്തും. ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന കൂട്ടക്കുരുതിയാണ് ഈ വെള്ളവും വായുവും ഒക്കെ മലീമസമാക്കുക. അത് മനുഷ്യൻ കർത്താവിനെ അറിയാൻ അവസരം കൊടുക്കാതെ അവനെ ഇവിടുന്ന് വലിച്ചു മാറ്റിക്കളയാൻ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താ അന്തരീക്ഷ മലിനീകരണത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇങ്ങനെ പറയും. അതിൽ ദൈവ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ട്. അറിയാമല്ലോ, പ്ലാസ്റ്റിക് കത്തിക്കരുത്, കത്തിച്ചു വെക്കും. എനിക്കൊരു സങ്കടം തോന്നി. ഒരിക്കൽ ഞാൻ ഒരു സഹോദരി പറയുന്നത് കേട്ടു, കത്തിക്കാൻ ഒന്നുമില്ല, പിന്നെ വഴിയിലൊക്കെ ഒത്തിരി പ്ലാസ്റ്റിക് കുപ്പികൾ കിട്ടുന്നോണ്ട് അത് പറയും കൊണ്ടുവന്നാൽ ഇപ്പൊ വളരെ സൗകര്യമാണ് കത്തിക്കാൻ. അയ്യോ ഇരുപരെ വിറയില്ലാഞ്ഞിട്ട് പ്ലാസ്റ്റിക് കുപ്പികൾ കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കി. അജ്ഞത കൊണ്ട് ചെയ്യുക. അന്തരീക്ഷം പക്ഷേ 4 ദൂതന്മാരെ ഈ വായുവിന്റെ സംരക്ഷണത്തിന് ദൈവം നിയമിച്ചിട്ടുള്ളതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നു. ശ്രദ്ധിക്കണേ, ഈ സർവമത എക്യുമെനിക്കൽ പരിപാടി എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ, അത് ബൈബിളിലും ഉണ്ടെന്നേ. വരുണ ഭഗവാൻ, വെള്ളം, പിന്നെ വായു ഭഗവാൻ, അഗ്നിര്. അതുകൊണ്ട് വായിച്ചു. വെളിപ്പാട് 14 വാരിട്ട് വായിച്ച് 14 വാസിട്ട് അപ്പൊ തീയുടെ മേലെ അധികാരമുള്ള ദൂതരുണ്ട്, വെള്ളത്തിന്റെ മേലെ അധികാരമുള്ള ദൂതരുണ്ട്, വായുവിന്റെ മേലെ അധികാരമുള്ള ദൂതന്മാരുണ്ട്. അത് എല്ലാം ഒന്നാണ്. സർവമത ഐക്യം ഇല്ലേ? എന്തുകളുടെ ഈ പാവം നമ്മുടെ സൗകര്യം, അവരോട് നമുക്ക് ദേഷ്യം തോന്നരുത്, നമുക്ക് സഹതാപം തോന്നും. അല്ലെ, ഈ വായു സൃഷ്ടിച്ചവനെയല്ലേ നീ നമസ്കരിക്കേണ്ടത്? നീ വായു സംരക്ഷിക്കുന്നവരെയാണ്. സങ്കടം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ബൈബിളിലും ഉണ്ട്, അവിടെയും ഉണ്ട്. എന്റെ പുണ്യ സൗകര്യങ്ങളെ, ദൈവം നമ്മുടെ ഭൗമിക ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും നന്മയ്ക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിഭവങ്ങളുടെ പരിപാലനത്തിനായി ദൈവം അധികാരമുള്ള ദൂതന്മാരെ നിയമിച്ചിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, നല്ല ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുമ്പോ, കർത്താവേ ഈ ശുദ്ധ വെള്ളം എനിക്ക് കുടിക്കാൻ തരുവേ,
ഇത് ഒരുക്കി തന്ന് ഇത് പിശാച് മലിനമാക്കാതെ സ്തോത്രം അങ്ങയുടെ ദൂതന്മാരുടെ നിയന്ത്രണം സംരക്ഷണത്തിന് പേര് ഉണ്ടായിരുന്നതിനാൽ സ്തോത്രം എന്ത് കഴിക്കുമ്പോഴും ഉണ്ടല്ലോ ദൈവത്തെ സ്തുതിച്ചിട്ടേ കഴിക്കാം. എന്ത് അനുഭവിക്കുമ്പോഴും സ്തോത്രം സ്തോത്രം. അങ്ങനെ പറഞ്ഞു പോയാൽ നേരം പോയല്ലോ. ഈ 4 ദൂതന്മാർ ഈ 4 കാഴ്ച എന്ന് പറയുന്നതിനെ കുറിച്ച് ഒത്തിരി ആളുകൾ ഭയങ്കരമായിട്ട് 4 കാറ്റാണ് സ്തോത്രം എന്നൊക്കെ പറഞ്ഞ്, അതായത് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ ശ്വാസമേനി 4 കാറ്റിൽ നിന്നത് യെഹെസ്കേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ സ്തോത്രം. 37 വായിച്ചത് 37 യഹോവയുടെ കയ്യിൽ നിന്ന് 9 വാക്യം വായിച്ചു. 9 ചാപ്റ്റർ 37. മനുഷ്യപുത്ര നീ പ്രപഞ്ച കാര്യങ്ങൾ പറയേണ്ടത് യഹോവയായ കർത്താവിനാൽ സ്ഥാപിച്ചു. രാസമേ ഈ 4 കാര്യങ്ങളിൽ നിന്നുമാണ് നീ അവരുടെ പേരിൽ കേട്ടോ. 4 കാറ്റിൽ നിന്നുമാണ് എന്ന് പറയുമ്പോൾ 4 കാറ്റാന്ന് പറയുന്നത് 4 കോണിൽ നിൽക്കുന്നതായിട്ട് കണ്ടെത്തല്ലേ ഭൂമി. അപ്പൊ ഭൂമിക്ക് ചതുരമാണോ ഭൂമി ചതുരമല്ല. ഭൂമി ഒരു ഗോളമാണെങ്കിൽ ഇത് 4 അതിർത്തികളുണ്ട്. അതുകൊണ്ടാണ് 4 തരം കാറ്റിനെ കുറിച്ച് ദിക്കുകളുടെ പേര് ചേർത്താണ് കാറ്റിനെ വിശദീകരിച്ചിട്ടുള്ളത്. ചുമ്മാ വായിച്ചേര് വലിയ പ്രധാനമുള്ള കാര്യമൊന്നും അല്ലെങ്കിൽ ഒത്തിരി അതിനെക്കുറിച്ചൊക്കെ വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 14-21 വായിക്കുന്നത് വായിച്ചാട്ടെ. കിഴക്കൻ കാറ്റ്, ദിക്കിന്റെ പേരിനോട് ചേർത്താണ് കാറ്റ്. ഇനി അടുത്തത് 10-19 തന്നെ വായിച്ചു. പുറപ്പാട് 10-19. 10-19 പടിഞ്ഞാറൻ കാറ്റ്, കിഴക്കൻ കാറ്റ്. അടുത്തത് പടിഞ്ഞാറൻ കാറ്റ്. സ്തോത്രം. പിന്നെയും ഉണ്ട് പ്രവൃത്തി 27-13 വായിച്ചു. പ്രവൃത്തി 27-13. അപ്പൊ കിഴക്ക് കഴിഞ്ഞ് പടിഞ്ഞാറ് കഴിഞ്ഞപ്പോ തെക്കൻ കാറ്റായി. തെക്കൻ കാറ്റ്. അടുത്തതുകൊണ്ട് വടക്കൻ കാറ്റുണ്ട്. സ്തോത്രം. ഉത്തമഗീതം 4-16 വായിച്ചു. 16. വടക്കക്കാരെന്ന് പറഞ്ഞാൽ വടക്കൻ കാറ്റ്. അപ്പൊ തെക്കൻ കാറ്റും അവിടെ പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കിഴക്കൻ കാറ്റ്, പടിഞ്ഞാറൻ കാറ്റ്, തെക്കൻ കാറ്റ്, വടക്കൻ കാറ്റ് എന്ന് പറയുമ്പോൾ ദിക്കുകളുടെ പേരുകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പേരിട്ടിരിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനെ പറയാം, 4 ദൂതന്മാർ 4 മൂലയിൽ. തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഇങ്ങനെ 4 ദൂതന്മാർ സ്തോത്രം മുഴുവൻ വായുമണ്ഡലത്തെയും സംരക്ഷിക്കുന്നതിനായി നിയമിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഇവിടെ ശ്വാസമേനി 4 കാറ്റ് എന്ന് പറഞ്ഞാൽ നീ കാറ്റിൽ നിന്ന് എന്ന് മാത്രമേ അതുകൊണ്ട് അർത്ഥമാക്കൂ. 4 കാറ്റ് എന്ന് പറയുന്നത് കാറ്റ്, മുഴുവൻ കാറ്റ് എന്നുള്ള അർത്ഥമേ അതിൽ ഉണ്ടായിരിക്കുന്നുള്ളൂ. സ്തോത്രം. അതെ, 4 ദൂതന്മാർ ഭൂമിയുടെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. നോക്കണേ, മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന് മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും വേറൊരു ദൂതൻ. എന്നിട്ട് പറയുക സ്തോത്രം, ഈ മുദ്രയുമായി വരുന്ന ഈ ദൂതൻ ഈ കാറ്റു ദൂതനോട് നശിപ്പിക്കാൻ കഴിയും പറയാ, ഞാന് എന്റെ നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരെ നെറ്റിയിൽ മുദ്രയിടുന്നവരെ ഒരു ദ്രോഹം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു മുദ്രയിട്ട് ജീവൻ മഷിക്കുപ്പിയുമായിട്ട് കയറി മുദ്രയിടുകയാണ്. സ്തോത്രം. നോക്കണേ, ജീവനുള്ള ദൈവത്തിന് മുദ്രയുമായി കിഴക്കുന്നത് കയറുന്നത് കണ്ടും. ഇവിടെ ഈ മുദ്ര എന്നുള്ളത് ഈ നമ്മളുടെ പേരുള്ള മുദ്ര എന്ന് പറയുന്നത് ദൂതരിട്ട മുദ്രയല്ല. നമ്മള് പരിശുദ്ധാത്മാവിനാരാണ് മുദ്ര?
പരിശുദ്ധാത്മാവ്. മുദ്ര എന്ന് പറഞ്ഞാൽ അംഗീകാരത്തിന്റെ ഉടമസ്ഥതയുടെയും അടയാളം. സ്തോത്രം. അവിടുത്തെ നമുക്ക് മനസ്സിലാക്കാം ഇതാരും ദൈവസഭയിലെ അംഗങ്ങളല്ല. ഇവരുടെ മുദ്ര ഏതാ? ദൂതനിടുന്ന മുദ്ര. അതെവിടെ കിട്ടുന്നത്? മുദ്ര നെറ്റിയാൽ, നമുക്കോ ഹൃദയങ്ങളിൽ. ദൈവത്തെ പരിശുദ്ധാത്മാവ് എവിടെ വന്നിരിക്കുന്നത്? ഹൃദയങ്ങളിൽ പകർന്നിരിക്കും. ഹൃദയങ്ങളിൽ പകർന്നിരിക്കും. ബാഹ്യമായതല്ല, ആന്തരികമാണ്. ഈ പല ആളുകളും പലരും ചോദിക്കാറുമുണ്ട്, രക്തം കൊണ്ട് മുദ്രയിടാറില്ലേ? അങ്ങനെ ഒരു പാട്ടുണ്ട്, ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം. ഇവന്റെ പൊന്നു തോരങ്ങളെ, ഈ പാട്ട് എന്ന് പറയുന്നത് ഒത്തിരി അവസ്ഥകളൊക്കെ ഇതിനകത്തൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഭാഗത്ത് സങ്കീർത്തനം വായിച്ച് കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗിച്ചപ്പോ ഞങ്ങളുടെ സാജി സാറ് പറഞ്ഞു, ഈ പാട്ടെന്ന് പറയുന്നതിനകത്ത് ഒത്തിരി അബദ്ധങ്ങള് വരുന്നുണ്ട്. ആദ്യ നൂറ്റാണ്ടിൽ പാട്ടിലൂടെയാണ് പഠിപ്പിച്ചിരുന്നത്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും. സ്തോത്രം. അപ്പോൾ പഠിപ്പിക്കാനുള്ളതാണ് ഏത്? പാട്ട് എന്ന് പറയുന്നത്. സ്തോത്രം. പാട്ട് എന്ന് പറഞ്ഞാൽ ഈ പാട്ടിനകത്തൂടി പറഞ്ഞാൽ മനസ്സിൽ പോവുകയല്ല. നമുക്കറിയാവുന്ന വാക്യമാണല്ലോ. സ്തോത്രം. സങ്കീർത്തനങ്ങൾ വായിച്ചു. പഠിപ്പിച്ചു. കൊലോസ്യർ 3:16 വായിച്ചു. ഉണ്ടോ? ആത്മീയ ഗീതങ്ങൾ എന്തിനാണ്? പഠിപ്പിക്കാനാണ്. ഇവിടെ അതായത് ഈ പാട്ടിലൂടെ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ പോവുകയല്ല, തെറ്റുകയല്ല. അതുകൊണ്ടാണ് അത് പഴയ നിയമത്തിലുള്ള ആവർത്തന പുസ്തകം 31-ാം അധ്യായം 19-ാം വാക്യം വായിച്ച്. ആവർത്തനം 31:19. വായ്പാഠമാക്കി കൊടുക്കുക. വായ്പാഠം എന്ന് പറഞ്ഞാൽ മനഃപാഠമാക്കി വായിലെ പാഠമാക്കണം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഈ പാട്ട് സാക്ഷിയായിരിക്കും. നിങ്ങൾ ഈ പാട്ട് പാടിയിരിക്കുന്നു നോക്കണേ. അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാടുകൾ പാട്ട രൂപേണ പഠിപ്പിക്കുകയാണെങ്കിൽ അത് മനസ്സിൽ പോവുകയല്ല. എന്തോ പാട്ടുകളാണ്. സങ്കീർത്തനം എന്ന് പറയുന്നത് പാട്ടല്ല. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ സഭാ നേതൃത്വത്തിലുള്ളവർ ചെയ്യേണ്ടത് ഈ പാട്ടൊക്കെ ഒരു പുതിയ പാട്ടിറങ്ങുമ്പോൾ അതിനകത്തെ വിവരക്കേടുകളും ഒക്കെ ഉണ്ട്, അത് തിരുത്തി കൊടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു പുറത്തിന് ഞാൻ എനിക്കൊന്ന് വിഷമം തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു കൺവെൻഷൻ പോകച്ചു. പുറത്തിന് യഹോവ ദേവനുക്ക് 1000 നാമങ്ങൾ ചൊല്ലി ചൊല്ലി പാടിടുവേൻ. കേരളത്തിലാ പാടുന്നത്, തമിഴിലാ പാടി. യഹോവ ദേവനുക്ക് 1000 നാമങ്ങൾ ചൊല്ലി ചൊല്ലി പാടിടുവേൻ എന്ന് പറഞ്ഞ് യഹോവാനീസി ഷാജിനൊക്കെ ഷാജിൻ കൺവെൻഷൻ ഒക്കെ പാടുന്നത് ദേവദാസ്. യഹോവാനീസി സഹസ്രനാമ കീർത്തനം എന്ന് പറഞ്ഞ പോലെ വേറൊരിക്കൽ പാടുന്നത് കേട്ടു. നിരനിരയായി നിരനിരതാം ഗിരിമുകളെത്തുന്നു, നാം ഗിരിമുകളെത്തുന്നു.
നിരനിരയായി നാം നരനിര ഒന്നായി ഗിരിമുകൾ എത്തുന്നു, നാം ഗിരിമുകൾ എത്തുന്നു. ശരണം ഈശോ ശരണം. പെന്തക്കോസ്തുകാരെ കൺവെൻഷനും പാടിയ കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ല മലയാറ്റൂര് കയറി പാടിയ കാര്യമല്ല. ആവേശം ഉണ്ടാകുന്നു. ഇങ്ങനെ ഈ തണുപ്പം ആരാണ് പാടുന്നത്? എനിക്ക് ചൂടുള്ള പാട്ടുകൾ പാടാൻ ഇതല്ലോ ഇന്ന് നമ്മുടെ സഭകൾ പഠിപ്പിക്കുന്നതായിരിക്കണം പാട്ട്. അതുകൊണ്ട് ഈ പാട്ടിനകത്ത് ഈ അബദ്ധം മാറി വെച്ചെന്ന് വിചാരിച്ച് ആദ്യം നമ്മൾ എനിക്ക് ആ പാട്ട് എഴുതുക ബഹുമാനമേ ഉള്ളൂ, സ്നേഹമേ ഉള്ളൂ. പക്ഷെ ഒരു തെറ്റ് തിരുത്തുന്നത് എതിരായതുകൊണ്ടല്ല. അത് നമ്മുടെ ഇടയിലുള്ള ഒരു വലിയ പ്രശ്നം. ഒരു തെറ്റ് തിരുത്തി കൊടുത്താൽ അവരെനിക്ക് എതിരാണ്, അവരെനിക്ക് അനുകൂലമല്ല. ഞാൻ എന്താ പറഞ്ഞാൽ ഞാൻ അത് വേണ്ടിയോട് പഠിക്കും. ഈ ഡോക്ടർമാരെടുത്ത് ചെന്നാൽ അവര് അങ്ങോട്ട് കാശ് കൊടുത്തേക്ക് ഈ ടെസ്റ്റ് എല്ലാം ചെയ്ത് തരുമ്പോൾ നിനക്ക് ഇതിന്റെ കുഴപ്പമുണ്ടെന്ന് പറയും. എന്നിട്ട് അവരോട് താങ്ക് യു സാറെന്ന് പറഞ്ഞ് കാശ് കൊടുത്തേക്ക്. നമ്മുടെ ശരീരത്തിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് പറയുന്നവരോട് നമ്മൾ നന്ദി പറയുക. ഇവിടെ അതിനൊക്കെ പ്രശ്നമാണ് ആത്മീയ രോഗങ്ങൾ. ഈ ശരീരത്തിന്റെ രോഗം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ചത്തുപോലെയുള്ളൂ. ഈ ആത്മീയ രോഗത്തിന്റെ ഫലം എന്തുവെന്നറിയാം? അതായത് അതൊന്ന് തിരുത്തി കൊടുത്താൽ അത് എനിക്ക് തോന്നുന്നേ പിശാച് അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. എന്റെ പൊന്നു സഹോദരങ്ങളെ, അങ്ങനെ വേദപുസ്തകം പറയുന്നില്ല. നമ്മൾ പരിശുദ്ധാത്മാവിനാണ് മുദ്രിതരായിരിക്കുന്നത്. പാടുമെങ്കിൽ അങ്ങ് പാടിക്കൂ, പക്ഷേ ആശയം തെറ്റരുത്. ഇങ്ങോട്ട് വന്ന് ഇത് ഞാൻ തിരുത്തി പറയുന്നതിന് കാരണമുണ്ട്. ഞങ്ങൾ ഈ വീടിനെ യേശുവിന്റെ രക്തം മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. മുദ്രയിക്കുന്നു രക്തം കൊണ്ട്. ഒരു കാര്യം മറക്കല്ല, യേശുവിന്റെ രക്തത്തെ ഗൗരവമില്ലാതെ കൈകാര്യം ചെയ്യുന്നവരൊക്കെ കണക്ക് പറയേണ്ടി വരും. അയ്യോ, പൊതുലോകത്തിൽ പോലും ഉണ്ടല്ലോ രക്തത്തെ ഗൗരവമില്ലാതെ പരിഗണിച്ചു പറയുന്നത് കുറ്റകരമാണ്. ഒരു ആക്സിഡന്റ് ഉണ്ടായി, അവിടെ മനുഷ്യൻ മുറിവേറ്റ് രക്തം തളക്കിട്ട് കിടന്നു. നമ്മൾ പട്ടിയെ കൊണ്ട് നടക്കാൻ പോയപ്പോൾ ആ പട്ടി ആ രക്തം നക്കാൻ അനുവദിച്ചു എന്ന് വന്നാൽ ഒറ്റ സാക്ഷി മതി, ഗുരുതരമായ കേസാണ്. ബോധപൂർവ്വ രക്തത്തിൽ ചവിട്ടി എന്ന് പറഞ്ഞാൽ ഗുരുതരമായ കേസാണ്. ഈ രക്തം ചിന്തിയ ഒരു ആക്സിഡന്റ് ആയ ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് പോലീസ് കോർഡൺ ഓഫ് ചെയ്യും, അവിടെ പേര് കെട്ടിത്തിരിക്കും. ഏത് രാജ്യങ്ങളൊക്കെ അവിടെ മുഴുവൻ കഴുകി വൃത്തിയാക്കി 2 ദിവസം കഴിഞ്ഞ് ആ ലൈനിൽ ട്രാഫിക് അനുവദിക്കും. രക്തം ഗൗരവമുള്ളതാണ്, വില തീരാത്തതാണ്. യേശുവിന്റെ രക്തമോ? ഞാൻ ചിലപ്പോ ചോദിക്കാം, അവിടെ പാട്ട് വണ്ടിയെ തെളിക്കാൻ പാട്ട് എന്ന് പറയുന്നത് എന്റെ റോൾസ് റോയ്സ് ആണ്. കൊള്ളാം, അത് പിന്നെ എന്നാ ചെയ്യരുത്. അയ്യോ, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വീട് കയറി താമസത്തിന് എന്നെ വിളിച്ചു പോയിരുന്നു. പൊന്നപ്പനെ ഒത്തിരി പാസ്റ്റർമാരുണ്ട്, വലിയ പിള്ളേരുടെ വീട് കയറി താമസം, ഒത്തിരി മുറികളുണ്ട്. പ്രധാന ശുശ്രൂഷ നിർവഹിക്കുന്ന ദേവദാസൻ സ്വീകരണ മുറി മുഴുവൻ 4 കോണിലും മൂലയ്ക്ക് പോയി നിന്ന് യേശുവിന്റെ രക്തം തളിച്ചു. എന്നിട്ട് എല്ലാ മുറികളിലും തളിക്കാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എന്നെ അല്ല, ഞാനിങ്ങനെ നിന്നപ്പോ സമ്മതിക്കരുത്. എന്റെ ദൈവം, ഞാൻ മുറിക്കകത്ത് നിൽക്കാറാ. പിന്നെ ഒരു ഒഫൻസ് ഉണ്ടായിരുന്നു.
ഇവർക്കൊരു കാഴ്ച കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു നിൽക്കുക. നിങ്ങളുടെ വീട് കയറി താമസത്തിന് ചെല്ലുമ്പോൾ ശീസൂഷന്മാരിങ്ങനെ ഓരോ മുറിക്കകത്ത് കയറി രക്തം തെളിച്ചാച്ചാൽ നിങ്ങൾക്ക് വൈകുന്നേരം സന്തോഷം. പള്ളിയിലച്ഛന്മാര് വെഞ്ചരിക്കാൻ ധൂപ്പറ്റി വീശിക്കൊണ്ട് അകത്തെല്ലാം മുറിക്കടിയിൽ കയറി ഇല്ലേ? ഒരിക്കൽ ഒരു വലിയൊരു പ്രസിഡന്റായി എന്ന് പറഞ്ഞാൽ വലിയ പണക്കാരന് വലിയൊരു വീട്ടിൽ വലിയ തിരുമേനിയും ഒത്തിരി അച്ഛന്മാരും വന്ന് എല്ലാ മുറികളിലും ബാത്റൂം വരെ കയറി തള്ളിയത് വീശി. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ആ കൂടി 2 3 മുറിയുള്ള ഒരു കൊച്ചൊരു വീട് വെച്ചു. അതിൽ ആ മുമ്പിൽ നിന്ന് മാത്രം വീശിച്ചെന്ന് പോയി. അവന്റെ ആൾക്കാരെല്ലാം കൂടെ പറ്റ പ്രശ്നം ഞങ്ങൾ പാവപ്പെട്ടവരായിട്ടാണോ മുറിക്കാത്ത അവിടെ എല്ലാം വ്യാജ് കയറിയിരിക്കാൻ. എന്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ ഈ കാര്യത്തിൽ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നമ്മൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്, ഹൃദയങ്ങളിലാണ്. ഇവിടെ ഏൽക്കുന്ന മുദ്ര നെറ്റിയിലാണ് ദൂതരിടുന്നത്. ഒരു കാര്യം മറക്കരുത്, ആത്മിക ശുശ്രൂഷകളിൽ ദൂതന്മാർക്ക് പങ്കില്ല. ആത്മിക ശുശ്രൂഷകളിൽ ദൂതന്മാർക്ക് പങ്കില്ല. ശുശ്രൂഷകന്മാർക്ക് സംരക്ഷണം കൊടുക്കാനും ഭൗമികമായ ക്രമീകരണങ്ങൾ ഒരുക്കാനും ദൂതന്മാർ ചിലപ്പോൾ ഇടപെട്ടെന്ന് വരാം, ദൈവം അനുവദിക്കുന്നതനുസരിച്ച്. എന്നാൽ ആത്മിക ശുശ്രൂഷകളിൽ അവർക്ക് ഒരു പങ്കുമില്ല. എന്നോട് ഒരിക്കൽ അറിയപ്പെടുന്നത് പറഞ്ഞേക്കാം, ആ ക്ഷമ ഒരു റീസനുണ്ട്. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്. ഇപ്പോഴും എനിക്ക് സുഹൃത്തുക്കത്തിന് വ്യത്യാസത്തില്ല. അദ്ദേഹത്തിനോട് എന്താന്ന് എനിക്കറിയാൻ പറ്റും. അദ്ദേഹത്തിനോട് പറഞ്ഞത്, സാറേ എന്റെ ശുശ്രൂഷയ്ക്ക് ഒരു മാറ്റം കണ്ടു തുടങ്ങിയത് ഞാൻ ഉപസിച്ചും പ്രാർത്ഥിച്ച ദിവസങ്ങളിൽ ഇരിക്കുമ്പോൾ ദൈവം എന്നോട് അരുളപ്പാടായി പറഞ്ഞു, നീ വേദിയിൽ കയറി നിന്നാൽ മതി എന്റെ ദൂതന്മാർ ജനത്തിനിടയിൽ തീ വാരിയിട്ടുകൊള്ളാം. നീ വേദിയിൽ കയറി നിന്നാൽ മതി എന്റെ ദൂതന്മാർ ജനത്തിന്റെ നടുവിൽ തീ വാരിയിട്ടുകൊള്ളാം. അന്ന് മുതലാണ് എന്റെ ശുശ്രൂഷയിൽ വലിയ മാറ്റം കണ്ടു തുടങ്ങിയത്. ഞാൻ ദൈവസന്നിധിയിലാണ് പറയുന്നത് കേട്ടോ, സത്യമായ കാര്യം. നമ്മുടെ എന്റെ പൊന്നു പാസ്റ്ററേ, അതിനകത്ത് എന്തോ കുരുത്തക്കേടുണ്ട്. അദ്ദേഹത്തിൽ നിന്നാകുന്നതും എന്നോട് അരിശം തോന്നുന്നതിലും ഒട്ടും അതിശയിക്കാനില്ല. എനിക്ക് സ്നേഹമേ ഉള്ളൂ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദൂതന്മാർക്ക് ആത്മിക ശുശ്രൂഷകളിൽ പങ്കില്ല. പത്രോസിന് ദൈവം ദർശനം കൊടുത്തു. ദൂതൻ അവരോട് അരുളപ്പാട് കൊടുത്തു. കൊർന്നല്യോസിന്റെ അഡ്രസ് കൊടുത്തു. കൊർന്നല്യോസിനും ഒരു ദൂതന് വെളിപ്പാടുണ്ടായി. പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വിളിച്ച് കടൽപ്പുറത്ത് തോൽക്കുള്ളനായ ശീമോന്റെ വീട്ടിൽ താമസം, യൂദയുടെ വീട്ടിൽ താമസം. അഡ്രസ്സും വഴിയെല്ലാം പറഞ്ഞു കൊടുത്തു. സ്തോത്രം. നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടാനുള്ള കാര്യമാവും അത് പറഞ്ഞിരുന്നു. പത്രോസ് വന്നതിനാ വലിയ കൊണ്ടക്കാർ വലിയ പറഞ്ഞു. പത്രോസ് എന്ന് പറഞ്ഞ കാര്യം ദൂതനൊക്കെ പറഞ്ഞാൽ പോരാ. അല്ല, ദൂതം പറഞ്ഞാൽ തെറ്റുപോകും. എനിക്ക് ദൂതം പറഞ്ഞ ആർക്കെങ്കിലും ഒന്നുകൂടി എളുപ്പമായിരുന്നു വിശ്വസിക്കാൻ, അല്ലേ? എന്തുകൊണ്ടാണ് അവനെ അനുവദിക്കാഞ്ഞ്? ദൂതന് ആത്മിക ശുശ്രൂഷകളിൽ പങ്കില്ല. കർത്താവെ, അവിടുത്തെ ദൂതന്മാരാൽ അടിയങ്ങളെ കാത്തു വരണമെന്ന് പ്രാർത്ഥിക്കാം. ബലപ്പെടുത്തുന്ന ദൂതനെ അടിയനെ സഹായിയായി നിയമിക്കണേ എന്ന് വേണമെങ്കിൽ പറയാം. ശാരീരികമായി ബലപ്പെടുത്താം. പറയുന്നുണ്ടല്ലോ, കർത്താവിനെ ബലപ്പെടുത്തൽ, ശാരീരിക ബലപ്പെടുത്തൽ. അതല്ലാതെ ജനത്തിന്റെ ഹൃദയങ്ങളെ തുറക്കാൻ ദൂതനെ അയക്കണേ എന്ന് പറയും.
ഇവിടെ കണ്ടു. അപ്പോൾ രണ്ടാമത്തെ കാരണം മനസ്സിലായോ? ഇത് ദൈവസഭ അല്ല എന്നുള്ളതിന് രണ്ടാമത്തെ കാരണം. പിന്നെ ഞങ്ങൾ ആ 154,000 എന്ന് പറഞ്ഞ് ഓരോരുത്തരും അടിപിടി കൂട്ടുന്നു. എല്ലാരും ഒക്കെ എന്റെ കൂടെ തന്നെ ഉണ്ടേ. ഇത് പീഡനകാലത്ത് നടക്കുന്ന കാര്യമാണ്. ദൈവസഭ ചേർക്കപ്പെട്ട് കഴിഞ്ഞ് നടക്കുന്ന കാര്യമാണ്. ഇത് ഇസ്രായേലിൽ നിന്ന് ഒരു ജനക്കൂട്ടത്തെ വേർതിരിക്കുന്നതിനാണ്. ഈ മുദ്രയുടെ ഫലം എന്താ? ഈ മുദ്രയുടെ ഫലം ശാരീരിക സംരക്ഷണം മാത്രം. അതായത് ദൂതന്മാർക്ക് അത് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ശാരീരിക സംരക്ഷണം കൊടുക്കാം, ദൂതന്മാരുടെ കാവൽ നിയമിച്ചാക്കാം, അത് ദൈവമാക്കും. ഇനി അടുത്തൊരു കാര്യം കൂടി കൂട്ടത്തിലൊക്കെ പറഞ്ഞു പോകാം. ദൂതന്മാർ നമ്മുടെ ആജ്ഞാപരിധിയിലല്ല, ദൂതന്മാർ ദൈവത്തിന്റെ ആജ്ഞാപരിധിയിലാണ്. നമ്മൾ ദൂതനോട് കൽപ്പിക്കാൻ നമുക്ക് അനുവാദമില്ല. അവള് കൽപ്പിച്ചാൽ അത് കേൾക്കത്തുമില്ല. ചുമ്മാ പിന്നെ അതും ഇതൊക്കെ പറഞ്ഞെന്ന് വരിക. അത്രയും അങ്ങനെ വന്നു. പണ്ട് മാമന ഉപദേശി വാഴക്കല ഓട്ടം പോയപ്പോ ഗബ്രിയേലെ മീഖായേലി എവിടെ അനുഭവിച്ചപ്പോ എന്റെ കേട്ടുണ്ടായിരിക്കും. ഞെരുക്കവും ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാലം ഉപദേശി രാത്രി പ്രസംഗിക്കാൻ പോയി. സ്വയം പോകുമ്പോ മുറ്റത്തൊരു നല്ല വാഴകളിൽ ഇവിടെ പിറ്റേന്ന് രാവിലെ അത് ചത്തയെ കൊണ്ട് കൊടുത്തിട്ട് അരി മേടിക്കും. അതിന്റെ പൊതിഞ്ഞ് നിർത്തിയിരുന്ന കെട്ടെല്ലാം അടിച്ചു വിട്ടു. യോഗം കഴിഞ്ഞ് വന്നിട്ട് രാവിലെ വീട്ടിക്കൊണ്ട് പോകണം എന്ന് വിചാരിച്ചിരിക്കുമ്പോ യോഗം കഴിഞ്ഞ് വന്നപ്പോ വാഴക്കൊലയില്ല. ആരോ പൊട്ടിച്ചു. അവിടെ നിന്നുകൊണ്ട് കുറച്ച് പറഞ്ഞു പോലും, നിങ്ങൾ എവിടാരും ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ പോയപ്പോ എന്റെ വാഴക്കൽ സൂക്ഷിക്കാൻ ഞാൻ നിങ്ങൾ എന്തുകൊണ്ട്? ഒരു കാര്യമാണ്, എവിടാന്നേലും എന്റെ വാഴക്കല നേരം വെളുക്കുന്ന ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു എന്നും വാഴക്കല മൂട്ടിച്ചടുത്ത സ്ഥലത്ത് ഒളിച്ചു വെച്ചിരുന്ന പള്ളരത് കേട്ട് ഭയപ്പെട്ടെന്നും എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞ ഊരിച്ചോട്ട് ക്ഷമി ചോദിച്ചു. വിട്ടാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായില്ലല്ലോ, നന്നായി എന്ന് അദ്ദേഹം പറഞ്ഞു വന്നു. ഇങ്ങനെ ഒരു അനുഭവം കേട്ടിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് പ്രമാണമല്ല. ഒരാളിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് വിചാരിച്ചത് പ്രമാണമല്ല. നമ്മളത് നാളെ ആവർത്തിക്കുകയും ചെയ്യും. ദൂതന്മാർ നമ്മുടെ ആജ്ഞാപരിധിയിൽ അല്ല. ദൂതന്മാരുടെ ശുശ്രൂഷയെ കുറിച്ച് ദൈവവചനത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ട് ഈ ആത്മിക ശുശ്രൂഷ നിർവഹിക്കലല്ല ദൂതൻ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ദൈവസഭയല്ല എന്നുള്ളത് തിരിച്ചറിയാൻ രണ്ട് പ്രധാന കാരണങ്ങൾ ഞാൻ പറഞ്ഞു. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. കുറച്ച് കാര്യം കൂടെ ഒക്കെ ഉണ്ട്. കർത്താവിനെ വെച്ചാൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാം. ഞാനിന്ന് പറഞ്ഞതിനെ കുറിച്ച് ശരിയെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് നിങ്ങളുടെ അവകാശം കേട്ടോ. സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് കർത്താവ് വരികയാണെങ്കിൽ ആരും ഇവിടെ വരല്ലേ ക്ലാസ്സിന്? ഇവിടെ ക്ലാസ്സിന് വരരുത് തന്നെ എന്റെ ഭൂമി കണ്ടുപോയിക്കില്ല. ഒരുക്കത്തോടെ കർത്താവിന്റെ വരവിൽ ചേർക്കപ്പെടുവാനുള്ള 100% ഒരുക്കം നമ്മുടെ ഭാഗത്തുനിന്നാണ്. ഇഷ്ടം കർത്താവ് നമ്മെ അതിന് സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആട്ടെ, നമ്മൾ എന്താ വിചാരിക്കുന്നത്? നമ്മൾ ആദ്യം പാടി പോലെ എന്റെ ദേഹവും തിരുവാലയമായി നിന്റെ ആത്മാവേ ചെയ്യുകയാണ്. ആ ആത്മാവ് തന്നെ മുദ്രയായി നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. സ്തോത്രം. ആ ആത്മാവ് നമ്മളിൽ അധിവസിക്കുന്നത് അതിൽ കൂടി ഒരു ഉടമസ്ഥാവകാശം വേണം. മുദ്ര എന്ന് പറഞ്ഞ ഒരു ഗ്യാരണ്ടി അല്ലേ? പരിശുദ്ധാത്മാവിൽ അധിവസിക്കുമ്പോൾ അതിൽ കൂടി ഒരു ഗ്യാരണ്ടി വേണം. പിന്നാണ് സ്തോത്രം പുറമേ ഉള്ള രക്തം കൊണ്ടുള്ള മുദ്രയൊന്നും അല്ല.
ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിന്റെ രക്തത്തെ വില കുറച്ച് കാണരുത്. സ്തോത്രം. അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞതിന്റെ ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ തൽക്കാലം ഉപസംഹരിക്കുന്നു. സ്തോത്രം. അവിടെ അതുകൊണ്ട് പാട്ട് പഠിക്കാനുള്ളതാണ്. പാട്ടിനകത്ത് തെറ്റുണ്ടോ എന്ന് പുസ്തകത്തിന്റെ അടിസ്ഥാനം, തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച ശേഷം മാത്രം ആത്മീയ ഗീതങ്ങൾ തിരുവചനത്തിന്റെ സംഗീതാവിഷ്കാരമാകണം. Devotional songs should be musical renderings of the word of God. സ്തോത്രം. അങ്ങനെ തന്നെയായിരിക്കണം. സ്തോത്രം. അങ്ങനെയുള്ള പാട്ടുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ. പണ്ടുള്ള ഭക്തന്മാരുടെ പാട്ടുകളിൽ ഒരു 99% അവരൊന്നും വലിയ PhD-കാരൊന്നും ആയിരുന്നില്ലെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവർ എഴുതിയതുകൊണ്ട് സ്തോത്രം അതിനകത്ത് നല്ല വചനത്തിന്റെ നിർമ്മല സത്യങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള കൂടുതൽ കൂടുതൽ പാട്ടുകൾ നമ്മുടെ കോലങ്ങളിൽ എഴുതുവാനും നമുക്കത് ആത്മീയ പഠനത്തിനും ആത്മീയ വർധനവും ഉപാധിയാകുവാനും കർത്താവ് നൽകട്ടെ. ദൈവം നമ്മെ